ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ക്ഷീണം അകറ്റുവാൻ വേണ്ടി അയാളൊരു വിശ്രമത്തിന് തയ്യാറെടുക്കുകയാണ്. വെട്ടിയ മരത്തിന് അപ്പുറമുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലാണ് അയാളിപ്പോൾ കിടക്കുന്നത്. വനമാണ്, തനിച്ചാണ്. തന്റെ അരികിൽ തനിക്ക് സംരക്ഷണമേകുവാൻ വേണ്ടി ഒരു കൈക്കോടാലി മാത്രം. അദ്ദേഹത്തിന്റെ അരികിൽ തന്നെ അത് ഭദ്രമായി വെച്ചു. അതിനുശേഷം തന്റെ കൈകളെടുത്ത് നെഞ്ചിലേക്ക് വെച്ചതിന് ശേഷം അയാൾ ഒരു ഉറക്കത്തിന് തയ്യാറെടുത്തു. തന്റെ അരയിൽ കെട്ടിയ തോർത്ത് അഴിച്ചെടുത്തു. കാലുകൾ നിവർത്തി ആ മരത്തിന്റെ തണലിലേക്ക് അയാൾ ചാഞ്ഞു. അരയിൽ കെട്ടിയ തോർത്തെടുത്ത് തലക്കീഴിലേക്ക് വെച്ചു. ഉറങ്ങുവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയം അങ്ങ് അകലെ നിന്നും ഒരു കാലടി ശബ്ദം അയാൾ കേട്ടു. ആ ശബ്ദം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് താൻ കിടക്കുന്ന ആ മരത്തിന്റെ അരികിലേക്കാണെന്നും അയാൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലായി. അതായത് താൻ കിടക്കുന്ന ആ ദിശയിലേക്കാണ് ഇപ്പോൾ ആ കാലടി ശബ്ദവും നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഒരു കാട്ടാനയുടെ കാലടി ശബ്ദമല്ല. അത്രയും പ്രകമ്പനം ഭൂമിയിൽ അത് ഏൽപ്പിക്കുന്നുമില്ല. അയാൾ കരുതി, വനമല്ലേ, വിശാലമായ വനം, ഒരുപക്ഷെ മാനിന്റെയോ അല്ലെങ്കിൽ കുറുക്കന്റെയോ കാലടി ശബ്ദമായിരിക്കാം. അയാൾ സ്വയമേ ആശ്വാസം കണ്ടെത്തി. അതിനുശേഷം അയാൾ വീണ്ടും തല തന്റെ തോർത്തിലേക്ക് ചായ്ക്കാൻ തുടങ്ങിയ സമയം അയാൾക്ക് ഒരു ഉൾവിളി കിട്ടിയതുപോലെ തോന്നി. ഇനിയും ആ നടന്നടുത്തു വരുന്നത് വനത്തിലെ മാംസഭോജികളായ ഏതെങ്കിലും ജീവിയായിരിക്കുമോ? കടുവയോ പുലിയോ അല്ലെങ്കിൽ കരടിയോ ആയിരിക്കുമോ? അയാൾ ആ കാലടി ശബ്ദത്തിലേക്ക് തന്റെ ചെവി കൂർപ്പിച്ചു. മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഉണങ്ങിയ ഇലകളിലും ചുള്ളിക്കമ്പുകളിലും ചവിട്ടി ഞെരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വ്യക്തമായി തന്നെ അയാളുടെ കാതുകളിലേക്ക് പതിഞ്ഞു. ഒരിക്കലും മാനിന്റെയോ കരടിയുടെയോ ശബ്ദമല്ല. ഇതേതോ കടുവയോ പുലിയോ ആണ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഭയം വന്നു നിറഞ്ഞു. അയാൾ പതിയെ ആ വലിയ മരത്തിന്റെ മറവിലേക്ക് ചേർന്നിരുന്നു. ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് അയാൾ തന്റെ കണ്ണ് ഉറ്റുനോക്കി. കുറച്ചു സമയത്തിന് ശേഷം പ്രത്യക്ഷമാകാത്ത ആ രൂപത്തിന്റെ ഒരു മുരൾച്ച അയാളുടെ കാതുകളിലേക്ക് വന്നു കയറി. അതെ, അയാൾ പ്രതീക്ഷിച്ചത് ശരിയാണ്. അതൊരു കടുവയാണ്. കടുവയുടെ മുരൾച്ചയാണ് തന്റെ കാതുകളെ ഇപ്പോൾ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം തന്റെ കണ്ണുകൾക്ക് മുന്നിലേക്കും ആ ജീവി നടന്നെത്തി. ഒരു നിമിഷത്തേക്ക് അയാൾക്ക് ചലിക്കുവാൻ കഴിഞ്ഞില്ല. ജീവൻ അറ്റുപോയ പോലെ അയാൾ അങ്ങനെ നിന്നു, ആ മരത്തിന്റെ മറവിൽ. തന്റെ കണ്ണുകൾ വിശ്വസിക്കുവാൻ അയാൾക്കാകുന്നില്ല. ഭയം അപ്പോഴേക്കും അയാളുടെ തലച്ചോറിനെ മരവിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാലുകളും കൈകളും ചലിക്കുന്നില്ല. ആ ജീവി ഇപ്പോൾ താനിരിക്കുന്ന മരത്തിനരികിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും താമസിക്കാതെ അദ്ദേഹത്തിന്റെ സുബോധത്തിലേക്ക് അയാൾ തിരിച്ചെത്തി. തന്റെ മസ്തിഷ്കത്തെ അയാളുടെ നിയന്ത്രണത്തിലാക്കി. അതിനുശേഷം തന്റെ കൈകൾ കൊണ്ട് തനിക്കരികിൽ ചേർത്ത് വെച്ചിരുന്ന ആ കൈക്കോടാലി അയാൾ തപ്പി. തന്റെ കണ്ണുകൾ ഇപ്പോഴും ആ കടുവ വരുന്ന ദിശയിലേക്ക് തന്നെയാണ്. ഇമകൾ ചിമ്മാതെ അയാൾ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയൊക്കെയോ കൈകൊണ്ട് തപ്പിത്തടഞ്ഞ് അദ്ദേഹത്തിന്റെ മഴുവിൽ അവൻ പിടിച്ചു. അയാളുടെ കൈക്കോടാലി അയാൾ കണ്ടെത്തി. അതിന്റെ പിടിയിൽ മുറുക്കെ പിടിച്ചു. വലിയ വലിപ്പമൊന്നുമില്ലാത്ത, പ്രധാന കോടാലിയല്ലാത്ത ചെറിയൊരു കോടാലി മാത്രമാണ് കൈക്കോടാലി. ശിഖരങ്ങളും ചുള്ളിക്കമ്പുകളും വെട്ടിയൊതുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കൈക്കോടാലി സൂക്ഷിച്ചിരിക്കുന്നത്. തന്റെ കൈവശം ഉണ്ടായിരുന്ന പ്രധാന കോടാലി താൻ വെട്ടിയ മരത്തിനരികിൽ വെച്ചിരിക്കുകയാണ്. കടുവ തന്നെ ആക്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ കൈക്കോടാലി കൊണ്ട് അവനെ കീഴ്പ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന ബോധ്യവും അയാൾക്ക് നല്ല പോലെയുണ്ട്. എങ്കിലും അയാളുടെ മനസാന്നിധ്യവും ധൈര്യവും കൈവിടുവാൻ ആ മരം വെട്ടുകാരൻ തയ്യാറായില്ല. ഒരു പോരാട്ടത്തിന് അദ്ദേഹം കോപ്പുകുത്തി. അശ്രദ്ധമായ കാൽവെപ്പുകളോടെ ആ കടുവ മുന്നിലേക്ക് നടന്നെടുത്തു. തന്റെ വനമാണ്, തന്റെ കാടതിർത്തിയാണ്. ഇവിടെ താൻ ആരെയെ ഭയക്കുവാൻ എന്ന മട്ടിലായിരിക്കണം ആ കടുവ അവിടേക്ക് നടന്നെടുത്തത്. ഒരിക്കലും ആ കടുവ അപ്പോൾ ഒരു നരഭോജി ആയിരുന്നില്ല. വനത്തിലെ വന്യജീവികളെ വേട്ടയാടി ജീവിക്കുന്ന സാധാരണ ഒരു കടുവ മാത്രമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് സ്പഷ്ടവുമാണ്. അയാൾ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒത്ത വലിപ്പമുള്ള, നല്ല മഞ്ഞയും കറുപ്പ് വരകളോട് കൂടിയ, ഏകദേശം 8-9 വയസ്സിനോടടുത്ത് മാത്രം പ്രായമുള്ള ഒരു കടുവ. പൂർണ്ണ ആരോഗ്യവാനായ അവൻ ഒരു ആൺകടുവയാണ്. താൻ ഇതിനു മുന്നേ ഒന്നും വനത്തിൽ വെച്ച് ഇത്രയും വലിപ്പവും ഭംഗിയുമുള്ള ഒരു കടുവയെ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് ഓരോ സമയം കഴിയുന്തോറും കൂടിക്കൂടി വന്നു. അദ്ദേഹത്തിന്റെ തലച്ചോറ് പല പല ചിന്തകളിലേക്കും അയാളെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ആ വലിയ മരത്തിന്റെ മറവിൽ മറഞ്ഞിരുന്ന ആ മരം വെട്ടുകാരന്റെ ഏകദേശം അരികിലേക്ക് ആ വലിയ കടുവ നടന്നെടുത്തു.
അയാളിൽ നിന്നും ഏകദേശം 5-6 അടി അകലെയായപ്പോഴേക്കും മരത്തിന്റെ മറവിൽ മറഞ്ഞിരുന്ന ആ മരമെട്ടുകാരൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ആ കടുവയുടെ മുന്നിലേക്ക് ചാടി വീണു. അപ്രത്യക്ഷമായി ഒരു മനുഷ്യൻ അലറി വിളിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് ചാടി വീണതുകൊണ്ടായിരിക്കണം ആ കടുവ ഒരു നിമിഷത്തേക്ക് പതറിപ്പോയി. ആ പതറിയ സമയം കൊണ്ട് തന്റെ കൈവശം ഇരുന്ന കൈക്കോടാലി കൊണ്ട് ആ കടുവയുടെ നേരെ അയാൾ വലിച്ചെറിഞ്ഞു. ആ കൈക്കോടാലി വന്ന് തറച്ചത് ആ കടുവയുടെ മുൻകാലും ശരീരവും വന്ന് ചേരുന്ന ആ ഭാഗത്തേക്കായിരുന്നു. കൃത്യമായി തന്നെ കോടാലി അതിന്റെ ശരീരത്തിലേക്ക് തറച്ചു കയറിയെന്ന് അദ്ദേഹത്തിന് ഉറപ്പുമുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് കടുവയ്ക്ക് മുന്നിൽ ഇത്രയും സംഭവങ്ങൾ അരങ്ങേറിയതും ആഴമേറിയ മുറിപ്പാട് അവന് സമ്മാനിച്ചത് കൊണ്ടുമായിരിക്കണം ആ കടുവ പിന്നെ ഒട്ടും ചിന്തിക്കാതെ ഉച്ചത്തിലൊന്ന് അലറി വിളിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞത്. പിന്നീട് എന്താണ് ആ കടുവയ്ക്ക് ഉണ്ടായതെന്ന് അയാൾക്ക് അറിയുവാനോ തന്റെ കോടാലി വീണ്ടെടുക്കുവാനോ ആ കടുവയുടെ മൃതദേഹം കണ്ടെത്തുവാനോ അദ്ദേഹം ശ്രമിക്കുക കൂടി ചെയ്തില്ല. പിന്നെ ഒട്ടും താമസിക്കാതെ അയാൾ തന്റെ പ്രധാന കോടാലി എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു. ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയ അയാൾ ഗ്രാമവാസികളോട് തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞിരുന്നു. അയാൾ അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ കടുവയുടെ ശരീരത്തിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞ എൻ്റെ കൈക്കോടാലി തറച്ചിരിക്കുന്നുണ്ട്. ഉറപ്പായും അവൻ അവിടെ മരിച്ചു വീണ് കാണും. എന്നെ ആക്രമിക്കുവാൻ നോക്കിയാൽ ഞാൻ കൈകെട്ടിയിരിക്കുമോ? ഞാൻ പ്രതികരിക്കില്ലേ? എൻ്റെ പ്രതികരണം അത് ഇങ്ങനെയായിരിക്കും: കടുവയായാലും മനുഷ്യരായാലും എന്നോട് മുട്ടാൻ വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇതായിരിക്കും ഫലം എന്ന് അയാൾ ഒരു മടിയും കൂടാതെ അവിടെ കൂടിയ ഗ്രാമീണരോട് പറഞ്ഞു. എന്നാൽ അതിൽ പല ഗ്രാമീണരും ഈ സംഭവം ഇവൻ തന്നെ കെട്ടിച്ചമച്ച ഒരു കഥയാണെന്ന മട്ടിലാണ് പറഞ്ഞത്. ഇവിടുത്തെ ഗ്രാമീണരെ വെല്ലുവിളിച്ചുകൊണ്ട് വനത്തിലേക്ക് ഒറ്റയ്ക്ക് മരം വെട്ടുവാൻ പോയതാണ് ഇവൻ. തിരികെ മടങ്ങിയെത്തിയപ്പോൾ ഒന്നും തന്നെ ഇവന്റെ കൈവശം ഉണ്ടായില്ല. ഇവന്റെ കൈക്കോടാലിയും ഇവന് നഷ്ടമായിരിക്കുന്നു. ഇതെല്ലാം മറച്ചു വെക്കുവാൻ വേണ്ടി ഇവൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു കഥയായിരിക്കും ഇത് എന്നാണ് ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും വിശ്വസിച്ചത്. എന്നാൽ കഥ അങ്ങനെ ആയിരുന്നില്ല. അന്നവിടെ അരങ്ങേറിയ ആ സംഭവം ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടുത്തെ ഗ്രാമീണരുടെ വിധി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു എന്ന് അവരാരും തിരിച്ചറിഞ്ഞില്ല. വനത്തിൽ വെച്ച് മാരകമായി പരിക്കേറ്റ ആ കടുവ പതിയെ പതിയെ മനുഷ്യർ അധിവസിക്കുന്ന ഗ്രാമങ്ങൾക്കരികിലേക്ക് ചേക്കേറുകയായിരുന്നു. അന്ന് നടന്ന ആ സംഭവം ആ കടുവയുടെ തലവര തന്നെ മാറ്റിക്കഴിഞ്ഞിരുന്നു. അവന്റെ സ്വാഭാവികമായ വേട്ടയാടലിനെ ആ പരിക്ക് തുരങ്കം വെച്ചിരുന്നു. കാരണം അവന്റെ മുൻകാലുകളിൽ ഒന്നിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അങ്ങനെ അവന്റെ കാലുകളിലേറ്റ ആ പരിക്ക് അവന്റെ സ്വാഭാവികമായ വേട്ടയാടലിനെ തുരങ്കം വെച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ പല സമയങ്ങളിലും അവൻ പട്ടിണിയാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു കിട്ടുവാൻ വേണ്ടിയായിരിക്കണം അവൻ മനുഷ്യർ അധിവസിക്കുന്ന ഗ്രാമങ്ങൾക്കരികിലേക്ക് ചേക്കേറിയത്. അവർ വളർത്തുന്ന കന്നുകാലികളെയും തെരുവ് നായ്ക്കളെയും അവൻ വേട്ടയാടി പിടികൂടി അവന്റെ ആഹാരമാക്കി തീർത്തത്. പിന്നെ പതിയെ പതിയെ മനുഷ്യരെയും അവൻ അവന്റെ ഇരയാക്കി മാറ്റി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു നരഭോജിയായ ഒരു കടുവയുടെ വേട്ടക്കഥയാണ്. അതുപോലെ തന്നെ കാർപ്പോ വില്ലേജിൽ അരങ്ങേറിയ കൊലപാതക പരമ്പരകളുടെ കഥകൾ കൂടിയാണ്. ദാമിയുടെ പുതിയൊരു വേട്ടക്കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി: നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. നമ്മുടെ ഈ കഥ നടന്നിരിക്കുന്ന കാലഘട്ടം 1910-നും 20-നും ഇടയിലാണ്. ചിത്വ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനും അതിനരികിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലുമായിട്ടാണ് ഈ സംഭവങ്ങൾ അത്രയും നടന്നിരിക്കുന്നതും. ചിത്വ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വത നിരകളുടെ തെക്കൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്ന്ന പ്രദേശമായ നേപ്പാളിലെ തെരായി പ്രദേശത്താണ് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് പേര് കേട്ടതാണ് ഈ വനപ്രദേശം. ഏകദേശം 360 സ്ക്വയർ മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ഇടതൂർന്ന മരങ്ങളാലും പുൽമേടുകളാലും തണ്ണീർത്തടങ്ങളാലും നിറഞ്ഞതാണ്. ബംഗാൾ കടുവകൾ, തുബിയറുകൾ, ആനകൾ, ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങൾ, അതുപോലെ ഇന്ത്യൻ കാട്ടുപോത്തുകൾ, പിന്നെ മറ്റു മൃഗങ്ങളും നിറഞ്ഞതാണ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥ. ഈ വനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നതും ഈ വനത്തിൽ കാണപ്പെടുന്ന ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളാണ്. ഇത് എടുത്തു പറയാൻ കാരണം മറ്റൊന്നുമല്ല, ആഫ്രിക്കയിൽ കാണുന്ന കാണ്ടാമൃഗമല്ല ഇവിടെ കാണുന്നത്.
ആഫ്രിക്കയിൽ കാണപ്പെടുന്ന കാണ്ടാമൃഗത്തിന് 2 കൊമ്പുകളാണുള്ളത്. അതുമാത്രമല്ല, താരതമ്യേന ഏറ്റവും വലിയ കാണ്ടാമൃഗങ്ങളെയാണ് ആഫ്രിക്കയിൽ കാണാൻ കഴിയുക. ചിത്തോ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ മാത്രമാണോ ഇവയെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് മറുപടി. കാരണം നമ്മൾ മുന്നേ പറഞ്ഞ ബാർഡിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലും ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും ഏറ്റവും കൂടുതൽ കാണ്ടാമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളത് ഈ വനത്തിലാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അങ്ങനെയുള്ള ഈ വനത്തിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കഥ നടക്കുന്നത്. അതിനാൽ തന്നെ ഈ വനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവുമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ കഥയിലെ വില്ലനായ കഥാപാത്രം ജന്മം കൊണ്ടതും ഈ വനത്തിൻ്റെ ഏതോ വന്യഭാഗത്താണ്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരു മരം വെട്ടുകാരൻ ആ കടുവയെ തൻ്റെ കയ്യിലിരുന്ന കൈക്കോടാലി വെച്ച് എറിഞ്ഞ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ സംഭവം നടന്ന് ഏകദേശം 2 ദിവസങ്ങൾക്കപ്പുറം ചിത്തോ വനത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന കർപ്പോ ഗ്രാമത്തിൽ നിന്നും 2 പേരടങ്ങുന്ന ഒരു സംഘം അവരുടെ കന്നുകാലികളെ നയിച്ചുകൊണ്ട് അടുത്തുള്ള ആ വനത്തിലെ പുൽമേട്ടിലേക്ക് പോയിരുന്നു. ഏകദേശം 30-ന് മുകളിൽ കന്നുകാലികളെ അവർ മേയിച്ചുകൊണ്ടാണ് ആ പ്രദേശത്തേക്ക് പോകുന്നത്. ചിത്തോ വനത്തിന്റെ പല ഭാഗങ്ങളിലായി ഇങ്ങനെയുള്ള പുൽമേടുകൾ കാണുവാൻ സാധിക്കും. അതിനാൽ തന്നെ സ്ഥിരമായി ഒരു ഭാഗത്ത് തന്നെ അവർ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് പോകാറില്ല. ഒരാഴ്ച മേയുന്ന സ്ഥലമായിരിക്കില്ല പിറ്റേ ആഴ്ച അവർ തിരഞ്ഞെടുക്കുന്നത്. അവർ അങ്ങനെ ആഴ്ചതോറും സ്ഥലങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കെ പുതുതായി ഒരു മേച്ചിൻപുറം തേടി പോകുന്ന വഴിയിലാണ് അവർ ആ സംഭവം കാണുവാൻ ഇടയായത്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ ആ മരം വെട്ടുകാരൻ എറിഞ്ഞു പിടിപ്പിച്ച ആ കൈക്കോടാലിയെ പറ്റി? കന്നുകാലികളെ വനത്തിനുള്ളിലൂടെ മേയിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ കന്നുകാലികൾ കടന്നുപോയ പാതയിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ ഒരു ശബ്ദമുണ്ടാകുകയും എന്താണെന്നറിയുവാൻ വേണ്ടി ഏറ്റവും പുറകിൽ നടന്നു വന്ന ആ ഇടയൻ അവിടേക്ക് പോവുകയും അത് നോക്കുകയും ചെയ്തു. അതൊരു കൈക്കോടാലിയാണെന്ന് അവർക്ക് മനസ്സിലായി. 2 ദിവസങ്ങൾക്കപ്പുറം ഒരു മരംവെട്ടുകാരൻ ഗ്രാമത്തിൽ വന്ന് ഒരു കഥ പറഞ്ഞിരുന്നുവല്ലോ. അയാളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കൈക്കോടാലി ആയിരുന്നു ഇത് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് ഏറെ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നും തന്നെ വന്നില്ല. കാരണം ഇവർ ഇരുവരും അയാൾ പറഞ്ഞ കഥകൾ വിശ്വസിച്ചിരുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് ആ കൈക്കോടാലി എടുത്ത് അവർ കൈവശം വെച്ചു. ആ മരം വെട്ടുകാരൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇതിൽ യാതൊരു ചോരപ്പാടുകളുമില്ല. കടുവയുടെ ദേഹത്ത് തറച്ചു കയറിയ കോടാലിയായിരുന്നുവെങ്കിൽ ഉറപ്പായും ഇതിൽ എവിടെയെങ്കിലും ചോരപ്പാടുകൾ കാണേണ്ടതല്ലേ. എന്നാൽ ഇതിൽ ചോരപ്പാടുകൾ ഒന്നും തന്നെ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. അതിനെ തുടർന്ന് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ എന്തോ കണ്ട് ഭയന്നുകൊണ്ട് കോടാലി ഇവിടെ ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നതാണെന്ന് പരസ്പരം പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരുടെ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് പുൽമേട് ലക്ഷ്യമാക്കി നടന്നു. പുൽമേടിലെത്തുകയും കന്നുകാലികളെ മേയ്ക്കുവാൻ വിട്ടതിന് ശേഷം അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയം വീണ്ടും അവർ ആ കൈക്കോടാലി എടുത്ത് പരിശോധിച്ചു. അപ്പോൾ അവർക്കതിൽ നിന്നും ഒരു കാര്യം കാണുവാൻ സാധിച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, കൈക്കോടാലിയുടെ പിടിയിൽ പറ്റിയിരിക്കുന്ന രക്തത്തിന്റെ ഒലിച്ചിറങ്ങിയ അടയാളങ്ങളായിരുന്നു അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 ദിവസമായതുകൊണ്ടായിരിക്കണം ചോര കറുത്തിരിക്കുന്നത്. അവർ പറഞ്ഞു, ഇതിലെന്തോ കാര്യമുണ്ട്. അയാൾ പറഞ്ഞത് മൊത്തം തള്ളിക്കളയാൻ വരട്ടെ. അത് പറഞ്ഞ് വാ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ അവർ മേയ്ക്കുവാൻ കൊണ്ടുപോയ അല്ലെങ്കിൽ മേയ്ക്കുവാൻ വിട്ട കന്നുകാലികളുടെ ഭാഗത്തു നിന്നും വല്ലാത്ത ശബ്ദവും ചീറ്റലുമെല്ലാം അവർ കേട്ടു. അവരുടെ കന്നുകാലികൾ തികച്ചും അസ്വസ്ഥരാണ്. എന്തിനെയോ കണ്ട് ഭയന്നതുപോലെ പല ഭാഗങ്ങളിലായി ചിതറി ഓടുവാൻ അവർ വെമ്പൽ കൊള്ളുകയും പലതും ചിതറി ഓടുകയും ചെയ്തു. അങ്ങനെ പല ഭാഗത്തായി ചിതറി ഓടിയ കന്നുകാലികളെ വളരെ പ്രയാസപ്പെട്ട് അവർ ഇരുവരും തടുത്തുകൂട്ടി വളരെ പ്രയാസപ്പെട്ട് അതിനെ ഒഴിപ്പിച്ച് അച്ചടക്കത്തോടെ തിരികെ ഗ്രാമത്തിലേക്ക് വളരെ വേഗം നടന്നു. മാംസഭോജിയായ എന്തിനെയോ കണ്ട് അവരുടെ കന്നുകാലികൾ ഭയന്നു എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഗ്രാമത്തിലെത്തിയപ്പോൾ മാത്രമാണ് തങ്ങൾ തെളിച്ചുകൊണ്ടുപോയ കന്നുകാലികളിൽ ഒന്നിനെ കാണാനില്ല എന്ന വിവരം അവരറിഞ്ഞത് പോലും. കാരണം ഗ്രാമത്തിലെത്തി അവയെ കൂട്ടിലേക്ക് കേട്ടുന്ന സമയം മാത്രമാണ് അവർ കന്നുകാലികളെ എണ്ണിയത്. സാധാരണഗതിയിൽ കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോയി അവിടെ നിന്നും മടക്കി കൊണ്ടുവരുമ്പോൾ തന്നെ അവർ എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇന്ന് ഇങ്ങനെയൊരു സംഭവം അവിടെ അരങ്ങേറിയത് കൊണ്ട് തന്നെ അവർക്ക് അതിനെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അവർ അവിടെ കണ്ട കോലാഹലങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല. ഏതോ ഒരു ഇരുപിടിയൻ ജീവി തങ്ങളുടെ കന്നുകാലികളിൽ ഒന്നിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. കന്നുകാലി പിടിയനായ ഏതോ ഒരു ജീവി ആ പ്രദേശത്ത് അവന്റെ വരവറിയിച്ചിരിക്കുന്നു എന്ന കാര്യവും അവർക്ക് മനസ്സിലായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതിന്റെ ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ സമയം ഒട്ടും കളയാതെ ഗ്രാമത്തിൽ നിന്നും 2-3 പേരെയും കൂടി അവർക്കൊപ്പം കൂട്ടിക്കൊണ്ട് അവർ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. സംഭവം നടന്ന സ്ഥലത്ത് ചെന്നപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്.
ശരിക്കും അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അവർ മുന്നേ വിശ്രമിച്ചിരുന്ന മരത്തിന്റെ ചുവട്ടിൽ ഒരു കടുവയുടെ തന്നെ സമാനമായ കാലടയാളങ്ങളാണ് അവർ കണ്ടത്. താരതമ്യേന നല്ല വലിപ്പമുള്ള ഒരു കടുവയാണെന്നും അത് ആൺകടുവയാണെന്നും ആ കാലടയാളങ്ങളിൽ നിന്നും അവർക്ക് മനസ്സിലായി. അവൻ ഒരുപക്ഷേ ഒരവസരം പാത്തിരിക്കുകയായിരിക്കണം. കന്നുകാലിയുടെ ശബ്ദം കേട്ട് നമ്മൾ അവിടേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ കന്നുകാലിയുടെ ഭാഗത്ത് ഇപ്പോൾ ഇരയായി തീർന്നേനെ. അവർ ആ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കി. അങ്ങനെ അവസാനം ഏകദേശം 2-3 മണിക്കൂറുകളുടെ തിരച്ചിലിന് ശേഷം അവർക്ക് നഷ്ടമായി പോയ ആ കന്നുകാലിയെ കണ്ടെത്തി. സംഭവം നടന്ന ആ സ്ഥലത്തു നിന്നും ഏകദേശം 1.5 മൈലുകൾക്കപ്പുറത്തു നിന്നുമാണ് ആ കന്നുകാലിയുടെ ശരീരം അവർ കണ്ടെത്തിയത്. കാൽ ഭാഗം ഭക്ഷിച്ച രീതിയിലായിരുന്നു ആ മൃതദേഹം അവിടെ കടന്നിരുന്നത്. മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കിയായിരിക്കണം തന്റെ ആഹാരം ഉപേക്ഷിച്ച് കടുവ ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കിയത്. ഇനിയും എപ്പോൾ വേണമെങ്കിലും താൻ പിടിച്ചിട്ടിരിക്കുന്ന ഇരയുടെ അരികിലേക്ക് അവൻ എത്തിയേക്കാം എന്ന ബോധ്യം അവിടേക്ക് പോയ ആളുകൾക്കുണ്ടായി. അതിനാൽ തന്നെ കടുവ പിടിച്ച തന്റെ ഇരയെ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ തയ്യാറായില്ല. അതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ആ കടുവയ്ക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അവർ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അതോടെ ഒരു കാര്യം മനസ്സിലായി. കന്നുകാലി പിടികനായ ഒരു കടുവ വീണ്ടും ആ പ്രദേശത്ത് സജീവമായിരിക്കുന്നു. ഗ്രാമത്തിൽ നിന്നും പിന്നീട് ആരും തന്നെ ആ ഭാഗത്തേക്ക് തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോയില്ല. പകരം മറ്റൊരു ഭാഗത്തേക്ക് അവരുടെ കന്നുകാലികളെ നയിച്ചു കൊണ്ടുപോകുകയായിരുന്നു. കന്നുകാലികളെ കിട്ടാതെയാകുമ്പോൾ കന്നുകാലി പിടിയനായ ആ കടുവ തിരികെ വനത്തിലേക്ക് മടങ്ങിപ്പോകും എന്നതായിരുന്നു അവിടുത്തെ ഗ്രാമീണരുടെ ചിന്ത. എന്നാൽ അതിനെല്ലാം വിപരീതമായി കടുവയുടെ പ്രകോപനത്തിനാണ് പിന്നീട് ആ ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. ആദ്യം അവൻ ആക്രമണം നടത്തി പിടികൂടിയത് വനത്തിനുള്ളിലേക്ക് മേയ്ക്കുവാൻ കൊണ്ടുപോയ കന്നുകാലിയെ ആണെങ്കിൽ പിന്നീട് നടന്നത് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച് ഗ്രാമത്തിലെ കൂട്ടിൽ കിടന്നിരുന്ന ഒരു കന്നുകാലിയെ അവൻ നേരിട്ട് ആക്രമിച്ച് പിടികൂടുകയായിരുന്നു. അവന്റെ ആദ്യത്തെ സംഭവം അരങ്ങേറി ഏകദേശം ഒരാഴ്ചയും 2 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് അവൻ നേരിട്ട് ഗ്രാമത്തിലേക്ക് കടന്നു കയറി ഒരാക്രമണം നടത്തിയത്. ഗ്രാമത്തിലെ ചൈത്രൻ എന്ന കർഷകന്റെ 25ഓളം വരുന്ന കന്നുകാലികളിൽ ഒന്നിനെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. ഗ്രാമത്തിലെ ആരും തന്നെ ഇതുവരെയും ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത്. രാത്രിയുടെ മറവിൽ എപ്പോഴോ ആയിരിക്കണം അവൻ ഗ്രാമത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഇരുട്ടിനെ മൂടുപടമാക്കി അവൻ ഗ്രാമത്തിലെ ചൈത്രന്റെ കൂരയിൽ നിന്നും ഏകദേശം 150ഓളം അടി അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന കന്നുകാലികളെ കൂട്ടമായി കെട്ടിയിരിക്കുന്ന ആ കൂടിന് അരികിലേക്ക് വന്നത്. കന്നുകാലികൾ വല്ലാത്ത രാത്രിയിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടായിരുന്നു എങ്കിലും അവർ ഒന്നും കാര്യമാക്കിയില്ല. ചില രാത്രികളിൽ ഗ്രാമത്തിലേക്ക് ചെന്നായ്ക്കൾ വരാറുണ്ട്. ചെന്നായ്ക്കളെ കണ്ടുകൊണ്ട് കന്നുകാലികൾ വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നത് പതിവായിരുന്നു. എന്നാൽ അങ്ങനെ ഗ്രാമത്തിലേക്ക് എത്തുന്ന ചെന്നായ്ക്കൾ കന്നുകാലികളെ ഒരിക്കലും ആക്രമിക്കാറില്ല. പകരം ഗ്രാമത്തിലെ ആട്ടുംപറ്റങ്ങളെ കെട്ടിയിരിക്കുന്ന കൂടിനരികിലേക്കാണ് അവ പോകുന്നതും ആക്രമിക്കുന്നതും. അങ്ങനെയുള്ള 2-3 സംഭവങ്ങൾ അവിടെ അരങ്ങേറിയപ്പോൾ തന്നെ അവിടുത്തെ ഗ്രാമീണർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആട്ടുംപറ്റങ്ങളെ കൂട്ടമായി കെട്ടിയിട്ടിരിക്കുന്ന കൂടിന് ചുറ്റും വലിയ പൊക്കത്തിലും അടുത്തടുത്തായും നല്ല ഉറപ്പുള്ള വേലികൾ സ്ഥാപിച്ചു. അതിനുശേഷം ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ചെന്നായ്ക്കൾക്ക് ആട്ടുംപറ്റങ്ങളെ ആക്രമിക്കുവാനോ പിടിച്ചുകൊണ്ടു പോകുവാനോ സാധിക്കാതെയായി. എങ്കിലും അങ്ങിങ്ങായി 2-3 സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതും തികച്ചും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. സാധാരണഗതിയിൽ ചെന്നായ്ക്കൾ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 10-15ഓളം ആടുകളെയാണ് നഷ്ടമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഏറിയ 2 അല്ലെങ്കിൽ 1, ചിലപ്പോൾ ഒന്നിനെയും നഷ്ടമാകാറില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനാൽ തന്നെ കന്നുകാലികളും ആടുകളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ ആരും തന്നെ പുറത്തേക്ക് പോകുവാൻ തയ്യാറാകില്ല. കാരണം അവരുടെ വളർത്തുമൃഗങ്ങൾ തികച്ചും സുരക്ഷിതരാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ അവരുടെ മുൻധാരണകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് കടന്നു വന്ന ഇരുട്ടിന്റെ മറപറ്റി അവരുടെ കന്നുകാലികളെ പാർപ്പിച്ചിരിക്കുന്ന കൂടിനരികിലേക്ക് എത്തിയ കടുവ 4 അടി പൊക്കം മാത്രമുള്ള ആ വേലി ചാടിക്കടക്കുകയും അതിൽ നിന്നും ഒത്ത വലിപ്പമുള്ള ഒരു കന്നുകാലിയെ പിടികൂടുകയും അതിന്റെ കഴുത്ത് കടിച്ചൊടിക്കുകയും ചെയ്തു. അതിനുശേഷം കന്നുകാലികളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു വേലിയുടെ ഒരു ഭാഗം തകർത്തുകൊണ്ട് അതിനെ വലിച്ചിഴച്ചുകൊണ്ട് വനത്തിലേക്ക് പോകുകയും ചെയ്തു. പിന്നെ മണിക്കൂറുകൾക്ക് ശേഷം പഴയതുപോലെ തന്നെ കന്നുകാലികളുടെ ശബ്ദങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. പിറ്റേന്ന് നേരം പുലർന്ന സമയമാണ് ഒരു കടുവ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വന്നെന്ന വിവരവും കന്നുകാലിയെ പിടിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയെന്ന വിവരവും അവിടുത്തെ ഗ്രാമീണർ ഒരു ഞെട്ടലോടെ അറിയുന്നത്. അതോടെ അവർക്കുള്ളിലേക്ക് ഭയം ഇരച്ചു കയറി. കാരണം ഗ്രാമത്തിന് ചുറ്റും ആ കടുവയുടെ കാലടയാളങ്ങൾ വളരെ വ്യക്തമായി തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. കാർപ്പോ എന്ന ഗ്രാമത്തിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗത്തിലൊന്ന് കന്നുകാലി വളർത്തലാണ്.
പിന്നെയുള്ളത് കൃഷിയാണ്. കൃഷിയെന്ന് പറയുമ്പോൾ നെല്ലും ഗോതമ്പുമാണ് പ്രധാനമായും അവർ കൃഷി ചെയ്യുന്നത്. കൂടെ ചോളവും. ഗ്രാമത്തിലേക്ക് കടന്നു കയറിയുള്ള കന്നുകാലി പിടിയനായ ആ കടുവയുടെ ആക്രമണ പരമ്പരയുടെ തുടക്കം മാത്രമായിരുന്നു അവിടെ അന്ന് അരങ്ങേറിയത്. പിന്നെ പതിയെ പതിയെ ആ കടുവയുടെ വരവ് പതിവായി. എന്നുവെച്ചാൽ ഒരിക്കൽ ഗ്രാമത്തിൽ വന്ന് അവൻ കന്നുകാലിയെ പിടിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയാൽ പിന്നെ 2 ദിവസത്തേക്ക് അവൻ ആ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്താറില്ല. അവൻ പിടിച്ചുകൊണ്ടുപോയ ഇരയെ ആവോളം ആഹരിച്ച് അത് തീർന്ന് വീണ്ടും അവന് വിശക്കുമ്പോൾ മാത്രമാണ് ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരുന്നതും മറ്റൊരു കന്നുകാലിയെ അവൻ ആക്രമിക്കുന്നതും. ആഴ്ചകളും മാസങ്ങളും കടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. ഗ്രാമത്തിലെ ഓരോ കന്നുകാലികളെ നഷ്ടമായിക്കൊണ്ടേയിരുന്നു. വനപാലകരോടും പോലീസുകാരോടും അവർ സംഭവങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുവെങ്കിലും അതിനൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ആ കടുവയെ പിടിക്കുവാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. കാരണം മറ്റൊന്നുമല്ല, വനത്തിനരികിൽ ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണിത്. തികച്ചും ദരിദ്രമായ ഗ്രാമം. ഗ്രാമെന്ന് പറയുവാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. കാരണം അവിടെ എണ്ണിക്കഴിഞ്ഞാൽ ഏകദേശം 10-12ഓളം കുടിലുകൾ മാത്രമേ കാണുകയുള്ളൂ. അവിടുത്തെ ആളുകളുടെ എണ്ണം ഏകദേശം 30നോടടുപ്പിച്ചു. ഇതുകൊണ്ടെല്ലാം ആയിരിക്കാം പോലീസുകാർക്കും വനപാലകർക്കും ഇവരുടെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലാഞ്ഞത്. കന്നുകാലി പിടിയനായ ആ കടുവയുടെ ശല്യം കൂടി വരുമ്പോൾ അവിടുത്തെ ആളുകൾ കൂട്ടമായി വനപാലകരോട് അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ അവരുടെ കണ്ണ് മൂടിക്കെട്ടുവാൻ എന്ന വ്യാജേനയായിരിക്കണം 2-3 പേർ വനപാലകർ അവരുടെ ഗ്രാമത്തിലേക്ക് വരികയും ചുറ്റുപാടും ഒന്ന് തിരക്കി അന്വേഷിച്ച് മടങ്ങിപ്പോകുന്നതും. അവരാരും തന്നെ ആ കടുവയെ പിടികൂടുവാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. കാരണം മറ്റൊന്നുമല്ല, അവനിപ്പോൾ കന്നുകാലി പിടിയനായ ഒരു കടുവയാണ്. അവനൊരു നരഭോജിയായ കടുവയല്ല. ഈ ഒരൊറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വനപാലകരും അധികാരികളും പോലീസുകാരും ആ കടുവയെ ഒന്നും ചെയ്യുവാൻ തയ്യാറാകാഞ്ഞത്. എന്നാൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഏകദേശം 40നോടടുപ്പിച്ച് കന്നുകാലികളെ അവൻ പിടികൂടുകയും അവൻ ഇരയാക്കുകയും ചെയ്തു. ഇത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിരിക്കുന്നതും വഹിക്കുന്നതും ആ ഗ്രാമീണരാണ്. അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ആളുകളുടെ സ്ഥാപനം നഷ്ടമായി കഴിഞ്ഞിരുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരു മരം വെട്ടുകാരന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? കൈക്കോടാലി എടുത്ത് കടുവയെ എറിഞ്ഞ് അവനെ ഒരു കന്നുകാലി പിടിയനാക്കിയ ഒരു മരം വെട്ടുകാരന്റെ കാര്യം. അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് അവിടുത്തെ ആളുകൾ കന്നുകാലി പിടിയനായ ഈ കടുവയ്ക്ക് പിന്നിൽ, അല്ലെങ്കിൽ അവൻ അങ്ങനെയായി തീർന്നതിന്റെ കാരണം ഈ മരം വെട്ടുകാരനാണെന്ന് ആരോപിച്ചത്. തന്റെ മണ്ടൻ പ്രവൃത്തികൾ അല്ലെങ്കിൽ താൻ ആളാകാൻ കാണിച്ച കാര്യം ഇപ്പോൾ ഇവിടുത്തെ ഈ ഗ്രാമീണരുടെ ഭാവി തന്നെ തുലാസിലാക്കിയിരിക്കുന്നു എന്നും അതിനെല്ലാം കാരണം താൻ തന്നെയാണെന്നും അവിടുത്തെ ആളുകൾ ആരോപിക്കുകയും ഏറ്റവും കൂടുതൽ കന്നുകാലികളെ നഷ്ടമായ ഉടമ മരംവെട്ടുകാരനെ കൈവെക്കുന്ന ഒരു സംഭവം വരെ അവിടെ അരങ്ങേറുകയുണ്ടായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ മരംവെട്ടുകാരൻ ആ ഗ്രാമത്തിൽ തികച്ചും ഒറ്റപ്പെട്ടു പല തവണയും. അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അയാൾ ചെയ്തത് തികച്ചും ശരിയാണ്. ഭയവും പേടിയും കാരണമാണല്ലോ അയാൾ തന്റെ കൈവശം ഉണ്ടായിരുന്ന ആ കൈക്കോടാലി കൊണ്ട് ആ മൃഗത്തെ നേരിട്ടത്. അതിൽ അദ്ദേഹത്തെ തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് കാരപ്പോ ഗ്രാമത്തിൽ നിന്നും ഏകദേശം കുറച്ചു മൈലുകൾക്കപ്പുറമുള്ള ബൈരപ്പൂർ എന്ന മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഒരു സംഭവത്തിന്റെ കഥ പുറത്തു വരുന്നത്. ആ സംഭവം അവിടുത്തെ ആളുകളെയും മറ്റ് ഗ്രാമീണരെയും തികഞ്ഞ ആശങ്കയിലും ഭയത്തിലും ആഴ്ത്താൻ ശേഷിയുള്ളതായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവിടെ അരങ്ങേറിയ ഒരു കൊലപാതകത്തിന്റെ കഥയായിരുന്നു. 2-3 ദിവസങ്ങളായി കാർപ്പോ എന്ന ഗ്രാമത്തിലേക്ക് ആ കടുവ വന്നിരുന്നില്ല. അങ്ങനെ വരാതിരുന്നതും ബാരപ്പൂർ ഗ്രാമത്തിന്റെ അരികിൽ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയതും കാലടയാളങ്ങൾ കണ്ടെത്തിയതും കൂടുതൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു. അതെങ്ങനെയെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. ബൈരപ്പൂർ എന്ന ഗ്രാമത്തിൽ ഒരു നരവേട്ട നടന്നിരിക്കുന്നു. ഗ്രാമത്തിലെ കുടിലിൽ കടന്നുറങ്ങിയിരുന്ന ഒരു വൃദ്ധനെയായിരുന്നു ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുക മാത്രമായിരുന്നു അവൻ ചെയ്തത്. ഇരയെ ആഹാരമാക്കിയില്ല. കടുവയുടെ നിന്ന് ബോധ്യപ്പെടുന്ന കാലടയാളങ്ങൾ ഗ്രാമത്തിലെ സമീപ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ ആ കുടിലിന്റെ അരികിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, കടുവ ആ കുടില് തകർത്ത് അകത്ത് കയറിയതിന്റെയും അതുപോലെ തന്നെ വൃദ്ധനായ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ പാടുകളും അതിന് പിന്നിലെ പ്രതി ആ കടുവയാണെന്ന് ചൂണ്ടിക്കാണിച്ചു. മരണകാരണം മറ്റൊന്നുമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കഴുത്തിലും ശരീരത്തിലും ഏറ്റിരുന്ന ആഴത്തിലുള്ള മുറിപ്പാടുകൾ തന്നെയായിരുന്നു. കടുവയുടെ കാലിലെ കൂർത്ത നഖങ്ങൾ കൊണ്ട് നെഞ്ചും കഴുത്തും ആഴത്തിൽ മുറിഞ്ഞിരിക്കുന്നു. പെടലി ഒടിഞ്ഞു തകർന്നിരിക്കുന്നു. ശരീരത്തിലുണ്ടായിരിക്കുന്ന ആഴത്തിലുള്ള മുറിവുകളിൽ നിന്നും രക്തം വാർന്നൊലിച്ചാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്.
എന്നാൽ ആ വൃദ്ധന്റെ ശരീരം ആ കുടിലിൽ നിന്നും കടിച്ചെടുത്തുകൊണ്ട് പോകുവാൻ ആ കടുവ തയ്യാറായില്ല. അതിന് ശ്രമിച്ചതിന്റെ യാതൊരു അടയാളങ്ങളും അവിടെ നിന്നും ആർക്കും കണ്ടെത്തുവാനും സാധിച്ചില്ല. അതോടെ അവിടുത്തെ കഥയും ചിത്രവും ആകെ മാറി. ബാരപൂർ എന്ന ഗ്രാമത്തിലും കാർപ്പോ എന്ന ഗ്രാമത്തിലും സമാധാനം എന്നൊന്ന് ഇല്ലാതെയായി. ആളുകളുടെ മനസ്സിൽ ഭയം വന്ന് നിറയുവാൻ തുടങ്ങി. ഗ്രാമത്തിലെ കുടിലുകളിൽ കിടന്നുറങ്ങിയിട്ട് പോലും അവരുടെ ജീവൻ സംരക്ഷിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. ആ ദുഷ്ടനായ മൃഗം ഗ്രാമത്തിലെ കുടിലുകൾ തകർത്തു പോലും തന്റെ ഇരയെ പിടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ആരെയാണ് അവൻ അടുത്തത് പിടിക്കുവാൻ വേണ്ടി പോകുന്നത്? എന്നാൽ ഇവിടെ ഒരു ചോദ്യചിഹ്നം മാത്രം അവശേഷിച്ചു. എന്തുകൊണ്ടാണ് അവൻ പിടികൂടിയ ആ വൃദ്ധന്റെ ശരീരം അവൻ ആഹരിക്കാഞ്ഞത്? അല്ലെങ്കിൽ അവിടുന്ന് വലിച്ചിഴച്ചുകൊണ്ട് വനത്തിലേക്ക് പോകാഞ്ഞത്? ഇതിനു പകരം അവൻ കൊലപ്പെടുത്തുന്നത് ഒരു കന്നുകാലിയെ ആയിരുന്നുവെങ്കിൽ ഉറപ്പായും അതിനെ വലിച്ചിഴച്ചുകൊണ്ട് അവൻ വനത്തിലേക്ക് പോകുകയും അത് ആഹരിക്കുകയും ചെയ്യുമായിരുന്നുവല്ലോ. എന്നാൽ ഇവിടെ അവൻ പിടികൂടിയ അവന്റെ ഇരയെ എന്താണ് അവൻ ആഹരിക്കാതെ വിട്ടുകളഞ്ഞത്? ഈ ഒരു ചിന്ത അവിടുത്തെ ഗ്രാമീണരുടെ മനസ്സിലെല്ലാം ഒരു ചോദ്യചിഹ്നം പോലെ കിടന്നിരുന്നു. അതിന് പലരും പല ഉത്തരങ്ങളാണ് നൽകിയിരുന്നത്. ചിലർ പറയുന്നു ഇത് ആ കടുവയുടെ പ്രതികാരമാണ് എന്ന്. അവനെ ദ്രോഹിച്ച മനുഷ്യരോട് അവൻ പ്രതികാരം വീട്ടുകയാണ് എന്ന്. ഇത് കഥയുടെ തുടക്കം മാത്രമാണ്. ബൈരപ്പൂരിൽ അരങ്ങേറിയ ആ വൃദ്ധന്റെ കൊലപാതകത്തിന് ശേഷം ഏകദേശം 2 ആഴ്ചയ്ക്കപ്പുറമാണ് മറ്റൊരു കൊലപാതക പരമ്പര കൂടി അവിടെ അരങ്ങേറുന്നത്. ആദ്യം അവിടെ അരങ്ങേറിയ കൊലപാതകങ്ങൾക്ക് ശേഷം അവശേഷിച്ച കടുവയുടെ കാൽപ്പാടുകൾക്കപ്പുറം മറ്റൊന്നും തന്നെ കടുവയുടെ ഭാഗത്തു നിന്നും അവന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന രീതിയിൽ ഒന്നും തന്നെ പിന്നീട് കണ്ടെത്തുവാൻ അവിടുത്തെ ഗ്രാമീണർക്ക് കഴിഞ്ഞില്ല. ഉദാഹരണം, അവന്റെ കാലടയാളങ്ങളോ അവന്റെ മുരളച്ചയോ അലർച്ചയോ ഒന്നും തന്നെ അവിടുത്തെ ഗ്രാമീണർക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ കേൾക്കുവാനോ കാണുവാനോ സാധിച്ചില്ല. അന്ന് നടന്ന ആ നരവേട്ടയ്ക്ക് ശേഷം അവൻ ഈ ഗ്രാമം വിട്ട് മറ്റെവിടേക്കെങ്കിലും പോയി കാണുമെന്നതായിരുന്നു അവിടുത്തെ ആളുകളുടെ ധാരണ. ഇതേ സമയം തന്നെ 2 ദിവസങ്ങൾക്കപ്പുറം കാർപ്പോ എന്ന കൊച്ചു ഗ്രാമത്തിലും അവന്റെ സാന്നിധ്യം അവിടുത്തെ ഗ്രാമീണരെ തേടി വീണ്ടും എത്തി. അവിടുന്ന് വീണ്ടും കന്നുകാലികളെ കാണാതായി. കാർപ്പോ എന്ന ഗ്രാമത്തിൽ ഇതുവരെയും ആ കടുവയുടെ ഭാഗത്തു നിന്നും ഒരു നരഹത്യ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് ഈ കടുവ ഒരു നരഭോജിയായ കടുവയാണെന്ന് തീർച്ചപ്പെടുത്തുവാനും സാധിച്ചില്ല. ഭൈരപ്പൂർ എന്ന സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ പഴയതുപോലെ തന്നെ ഭീതി അകറ്റിവെച്ച് ദൈനംദിന ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. നിർഭയം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പുറത്തിറങ്ങി നടക്കുവാനും അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാനും തുടങ്ങി. അങ്ങനെ കൃത്യം 2 ആഴ്ചകൾക്കപ്പുറം ബൈരപ്പൂരിന്റെ അരികിലൂടെ ഒഴുകുന്ന രാപ്തി നദിയുടെ ശാഖയിലേക്ക് ഒരാൾ മീൻ പിടിക്കുവാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ മീൻ പിടിക്കുവാൻ വേണ്ടി അവിടുന്ന് പോയ ആളെ പിന്നീട് ആ ഗ്രാമത്തിലുള്ളവരാരും തന്നെ കണ്ടിട്ടില്ല. അദ്ദേഹം ഗ്രാമത്തിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് അവിടെ നിന്നും ഒരു സംഘം ആളുകൾ അദ്ദേഹം മീൻ പിടിക്കുവാൻ പോയ ആ നദിയുടെ ചാലിൻ്റെ അരികിലേക്ക് പോയിരുന്നു. പക്ഷേ അയാളെ അവിടെയൊന്നും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ 2 ദിവസങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ അഴുകിയ ശവശരീരം ആ നദിയുടെ ശാഖയുടെ അരികിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു കുറ്റിക്കാടിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. അവരുടെ ഗ്രാമത്തിൽ നിന്നും മുന്നേ നടന്ന ആ വൃദ്ധന്റെ കൊലപാതകത്തിന് എന്തെല്ലാം സാമ്യങ്ങളും മുറിപ്പാടുകളും ഉണ്ടോ അതെല്ലാം ഇയാളുടെ ശരീരത്തും വ്യക്തമായിരുന്നു. അഴുകിയ ശരീരമായതുകൊണ്ട് തന്നെ പല മുറിവുകളും വികൃതവും പുഴുവരിക്കുന്ന രീതിയിലുമായിരുന്നു. എങ്കിലും കടുവയുടെ നഖത്തിന്റെ ആഴത്തിലേറിയ പാടുകൾ വളരെ വ്യക്തമായി തന്നെ അവർക്ക് കണ്ടെത്തുവാനും സാധിച്ചു. അവിടെ ആ കണ്ടെത്തിയ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും പഴയതുപോലെ തന്നെ ആ കടുവ ഭക്ഷിച്ചില്ല എന്നും അവർക്ക് മനസ്സിലായി. ഇവിടുത്തെ ഗ്രാമീണർ ഈ കടുവയെപ്പറ്റി കാർപ്പോ ഗ്രാമത്തിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഈ കടുവയുടെ സാന്നിധ്യം തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും അവിടുത്തെ ആളുകൾ പറഞ്ഞു. അതോടെ ഒരു ഭീതി ഒഴിവായി. കാർപ്പോ എന്ന ഗ്രാമത്തിൽ കാണപ്പെടുന്ന കടുവയല്ല നരഭോജിയായ ഈ ഗ്രാമത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് അവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതോടെ കാർപ്പോ എന്ന ഗ്രാമത്തിലെ ആളുകൾക്ക് ഒരാശ്വാസമായി. എന്നാൽ പലരും ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു: എങ്കിൽ ഈ ഗ്രാമത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ കടുവ എന്തിനാണ് മനുഷ്യരെ കൊലപ്പെടുത്തുന്നത്? അവന്റെ വിശപ്പടക്കുവാനോ മാംസത്തിനോ വേണ്ടിയല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്നത്? ഇപ്പോൾ 2 പേരെയാണ് ആ കടുവ കൊന്നിരിക്കുന്നത്. അവൻ കൊന്ന 2 പേരുടെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും അവൻ ആഹരിച്ചില്ല. എന്നാൽ വളരെ ക്രൂരമായാണ് ആ 2 പേരെയും അവൻ കൊന്നിരിക്കുന്നത്. താൻ കൊലപ്പെടുത്തിയ ഇരയുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും രക്തം വാർന്നു നഷ്ടപ്പെട്ടാണ് 2 ഇരകളും മരിച്ചിരിക്കുന്നത്. ഇരുവരുടെയും കഴുത്തുകൾ ഒടിച്ച രീതിയിലുമായിരുന്നു. കഴുത്തിലും നെഞ്ചത്തും ആഴമേറിയ കടുവയുടെ കൂർത്ത നഖങ്ങൾ കൊണ്ടുണ്ടായ
മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. ഇവയെല്ലാമാണ് ആ ഇരകളുടെ മരണത്തിന് കാരണമായിരിക്കുന്നതും. ആളുകളുടെ മനസ്സിൽ ഭീതിയും ഭയവുമേറി. ചിത്വ വനത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ഈ രണ്ട് കടുവകളെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ വേഗം തന്നെ ഒരു കാട്ടുതീ പോലെ തന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു. അതോടെ പല കഥകളും ഈ കടുവകളെ പറ്റി അവിടെ പറഞ്ഞുണ്ടാക്കി. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതോടെ അവിടുത്തെ ആളുകൾക്ക് ഭയവും ഭീതിയുമേറി. കൂടെ സാമ്പത്തിക നഷ്ടം അതിലധികവുമായി. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്ന സമയത്ത് ഞാൻ വാൽമീകി വനത്തിനരികിലുള്ള വാൽമീകി എന്ന ഗ്രാമത്തിലുണ്ടായിരുന്നു. സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്നും മൈലുകൾ അകലെയാണ് ഈ ഗ്രാമമെങ്കിലും ഇവിടേക്കും ആ കടുവകളെ പറ്റിയുള്ള കഥകൾ വന്നിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വിവരം അറിയുന്നതെങ്കിലും ആ കടുവയെ പിടിക്കാനുള്ള ആഗ്രഹം വല്ലാതെ എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടി. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തു മുഖേന വാൽമീകി എന്ന ഗ്രാമത്തിൽ നിന്നും ചിരൗളി എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. ചിരൗളി എന്ന ഗ്രാമത്തിൽ ചെന്നതിന് ശേഷം അവിടെ നിന്നും വേണം കാർപ്പോ എന്ന ഗ്രാമത്തിലേക്ക് പോകുവാനും വാൽമീകി ഗ്രാമത്തിലെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടെത്തുവാനും അദ്ദേഹം തന്ന ഈ സന്ദേശം അയാളെ അറിയിക്കുവാനും. ഞാൻ എന്തിനു വേണ്ടിയാണ് അവിടേക്ക് എത്തിയെന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കേണ്ടതുണ്ട്. അതറിയിച്ചെങ്കിൽ മാത്രമാണ് എനിക്കുള്ള താമസ സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കി തരികയുള്ളൂ, വേണ്ട സഹായം ചെയ്യുകയുള്ളൂ. പിന്നെ സമയം ഒരുപാട് കളയാതെ ഞാൻ അദ്ദേഹം എനിക്കായി ഒരുക്കി തന്ന ഒരു കാളവണ്ടിയിൽ അവിടേക്ക് യാത്ര തിരിച്ചു. ഏകദേശം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണത്. അങ്ങനെ ഒരു ദിവസങ്ങൾക്കപ്പുറം ചിരൗളി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അന്നത്തെ രാത്രിയിൽ അവിടുത്തെ അതിഥി മന്ദിരത്തിൽ തങ്ങുകയും പിറ്റേന്ന് കാലത്ത് തന്നെ കാർപ്പോ എന്ന ഗ്രാമത്തിലേക്ക് പോകുവാനുമായിരുന്നു എൻ്റെ പദ്ധതി. കാർപ്പോ എന്ന ഗ്രാമം ഞാൻ നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്നും മൈലുകൾ അപ്പുറമാണ്. വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് കാർപ്പോ എന്ന ആ ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഗ്രാമമാണ്. കുറച്ചു പേർ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലുമൊക്കെ ഗ്രാമത്തിൽ നിന്നും ഏതെങ്കിലുമൊക്കെ സാധനങ്ങളുമായി കാളവണ്ടികൾ ആ ഗ്രാമത്തിലേക്ക് പോകാറുണ്ട്. എൻ്റെ ഭാഗ്യവശാൽ ഇന്ന് ഈ ഗ്രാമത്തിൽ നിന്നും ഒരു കാളവണ്ടി കാർപ്പോ എന്ന ആ ചെറിയ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട് എന്ന വിവരം ഞാൻ തലേന്ന് രാത്രി തന്നെ അറിഞ്ഞിരുന്നു. വലിയ പ്രതീക്ഷകളൊന്നും വെക്കാതെ ഞാൻ അന്വേഷിച്ച് ആ കാളവണ്ടിക്കാരനെ കണ്ടെത്തി. ആ കാളവണ്ടിക്കാരനോട് ഞാൻ വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞു. അദ്ദേഹം എന്നെ സഹായിക്കാമെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാമെന്നും കൂടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ അവിടെ നിന്നും കാർപ്പോ എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വനത്തിലൂടെയും വനപാതയിലൂടെയും കാളവണ്ടിപ്പാതകളിലൂടെയും സഞ്ചരിക്കുന്ന ഒരു യാത്രയായിരുന്നു അത്. വലിയ സുഖകരമായ യാത്രയൊന്നും ആയിരുന്നില്ല അത്. മുഴച്ചും പൊന്തിയും നിൽക്കുന്ന കല്ലുകളിലൂടെയും നിരപ്പല്ലാത്ത കാളവണ്ടിപ്പാതയിലൂടെയും ഉലഞ്ഞും ആടിയും ആ കാളവണ്ടി ആ ഗ്രാമം ലക്ഷ്യമാക്കി വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ പല മൃഗങ്ങളുടെ കരച്ചിലുകളും കാലടയാളങ്ങളും അവയുടെ സാന്നിധ്യങ്ങളും അറിയുവാൻ സാധിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ സൂര്യന്റെ പ്രകാശം അവയെ മറച്ചു നിൽക്കുന്ന മരക്കൊമ്പുകൾക്കിടയിലൂടെ അരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അതിമനോഹരമായ കാഴ്ചകൾ അത്രയുമായിരുന്നു എനിക്കത് സമ്മാനിച്ചത്. അങ്ങനെ വലിയ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് രസിച്ചുകൊണ്ട് ഞങ്ങളുടെ കാളവണ്ടി മുന്നിലേക്ക് നീങ്ങി. ഞാൻ അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും തമാശ രൂപേണ ഓരോന്നിനും മറുപടിയും നൽകുന്നുണ്ടായിരുന്നു. കാളകൾ തികച്ചും ഉത്സാഹത്തോടെ ആ കാളവണ്ടി വലിച്ചുകൊണ്ട് മുന്നിലേക്ക് നീങ്ങി. വഴിയരികിൽ ഞങ്ങളെ മുറിച്ചു കടന്നുകൊണ്ട് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ കടന്നുപോയി. അല്പസമയം കാളവണ്ടി അവിടെ ഞങ്ങൾ നിർത്തിയിട്ടു. അവരുടെ യാത്രയ്ക്ക് യാതൊരു ഭംഗവും വരുത്തുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കാത്തു നിൽക്കുന്ന സമയം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിരവധി കാട്ടാനകൾ ഇറങ്ങുന്ന വഴിയിലൂടെയാണ് ഇനിയും നമ്മൾ സഞ്ചരിക്കുവാൻ വേണ്ടി പോകുന്നത്. ഒരു തവണ ഞാൻ ഇതുവരെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു കാട്ടാന എന്നെ ആക്രമിച്ചിരുന്നു. എൻ്റെ ഒരു കാളയും ഒരു കാളവണ്ടിയും 2 വർഷങ്ങൾക്ക് മുന്നേ നഷ്ടമായിരുന്നു. പിന്നെ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഒരു കാളവണ്ടിയും 2 കാളകളെയും വാങ്ങിച്ചത്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നു. എങ്ങനെയായിരുന്നു സംഭവങ്ങൾ നടന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. പണ്ട് ഞാൻ വരാറുള്ള സമയം ഇതായിരുന്നില്ല. ഞാൻ സന്ധ്യയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് രാവിലെ ആ ഗ്രാമത്തിൽ എത്തിച്ചേരുകയായിരുന്നു പതിവ്. അങ്ങനെ രാത്രി സഞ്ചാരത്തിനിടയിലാണ് ആ കാട്ടാന അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ചിഹ്നം വിളിച്ചുകൊണ്ട് അയാൾക്കരികിലേക്ക് ഓടിയെത്തിയതെന്നും അയാൾ പറഞ്ഞു. തലനാരിഴയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവൻ പിടിച്ചുകൊണ്ട് അദ്ദേഹം കാളവണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടിയത്. കാളവണ്ടിക്കരികിലേക്ക് ഓടിയെത്തിയ കാട്ടാന നുകത്തിനരികിലേക്ക് ഓടിയെത്തിയ ആ ആന നുകത്തിൽ കെട്ടിയിരുന്ന കാളകളെ ഒന്നും ചെയ്തില്ല. എന്നാൽ കാളവണ്ടി പൂർണ്ണമായും അടിച്ചു തകർത്തു.
ആനയുടെ ആ പരാക്രമണത്തിൽ ഭയന്നുകൊണ്ടായിരിക്കണം ആ കാള ദൂരേക്ക് എവിടേക്കോ ഓടി മറഞ്ഞു. എന്നാൽ നിർഭാഗ്യവാനായ ഒരു കാള ആ നുകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അരിശം തീരാത്ത ആ കാട്ടാന ആ കാളവണ്ടി തകർക്കുകയും അത് വലിച്ചെറിയുകയും ചെയ്തു. നിർഭാഗ്യവാനായ ആ കാളയുടെ ശരീരത്തിലേക്ക് കാളവണ്ടി വന്ന് പതിച്ചു. അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ കാള അതിൽ കുടുങ്ങി. അങ്ങ് അകലെ ദൂരെയുണ്ടായിരുന്ന ആ കുറ്റിക്കാട്ടിൽ ഇരുന്നു കൊണ്ട് ആ ശബ്ദങ്ങൾ അത്രയും അയാൾ കേട്ടു. അല്പസമയത്തിന് ശേഷം അതിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന റാന്തൽ തകരുകയും അതിൽ നിന്നും തീ ആ കാളവണ്ടിയിലേക്ക് പടരുകയും ചെയ്തു കാണണം. കാളവണ്ടിയുടെ അടിയിൽപ്പെട്ട ആ കാള അതിൽ വെന്തു മരിച്ചു കാണണം. അവിടേക്ക് തീ ആളിപ്പടരുന്ന് കണ്ടുകൊണ്ട് ഭയന്ന ആ ആന വനത്തിലേക്ക് തിരിഞ്ഞോടുകയായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. തികച്ചും സങ്കടപ്പെടുത്തുന്ന കാര്യം, അവിടെ നിന്നും ഓടിപ്പോയ ആ കാളയും പിന്നീട് അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്കായിരുന്നു അന്ന് ആ കാളവണ്ടിക്കാരൻ വന്നു വീണത്. പിന്നീട് പതിയെ പതിയെ അയാൾക്കുള്ളതെല്ലാം വിറ്റ് പെറുക്കിയാണ് വീണ്ടും അയാൾ 2 കാളകളെയും ഒരു കാളവണ്ടിയും വാങ്ങിച്ചതെന്നും പിന്നീട് ഒരിക്കലും അദ്ദേഹം രാത്രികാലങ്ങളിൽ ഈ വനപാത വഴി സഞ്ചരിക്കുവാൻ ധൈര്യം വന്നിട്ടില്ല എന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ഏകദേശം 3-4 മണിക്കൂറുകൾ കൊണ്ട് കാർപ്പോ എന്ന ആ ചെറിയ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. കാളവണ്ടിക്കാരൻ ഗ്രാമത്തിന്റെ കവാടത്തിൽ എന്നെ ഇറക്കി. അതിനുശേഷം അദ്ദേഹം അതിനരികിലെ ചന്തയിലേക്ക് തൻ്റെ കാളകളെ നയിച്ചു കൊണ്ടുപോയി. അവിടെയുള്ള കച്ചവടക്കാർക്ക് തൻ്റെ സാധനങ്ങൾ ഇറക്കി കൊടുക്കേണ്ടതുണ്ട്, വിൽപ്പന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം സന്ധ്യ ആകുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് മടങ്ങി തൻ്റെ ഗ്രാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഗ്രാമത്തിന്റെ കവാടത്തിൽ നിന്നും ഏകദേശം കുറച്ചു ദൂരം ഞാൻ മുന്നോട്ട് നടന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗ്രാമീണനോട് ഗോപിയുടെ വീട് ഏതാണെന്ന് അന്വേഷിച്ചു. അവർ ഗോപിയുടെ വീട് കൃത്യമായി തന്നെ കാണിച്ചു തരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നെ ഏൽപ്പിച്ച ആ കത്ത് ഞാൻ ഗോപിക്ക് കൈമാറി. ഗോപി എനിക്കുള്ള താമസ സൗകര്യങ്ങളും മറ്റും ഒരുക്കി. അവരുടെ ഗ്രാമത്തലവനെ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തുക കൂടി ചെയ്തു. ഇതുവരെ ആ ഗ്രാമത്തെ അലട്ടിക്കൊണ്ടിരുന്ന ആ കടുവയെ വെടിവെച്ചു കൊല്ലുവാൻ വന്ന വേട്ടക്കാരനാണെന്നാണ് അവിടുത്തെ ഗ്രാമത്തലവനോട് പറഞ്ഞ് പരിചയപ്പെടുത്തിയതും. ഇപ്പറയുന്ന ഗോപിക്കും ഏകദേശം 10-25 കന്നുകാലിയുണ്ട്. അദ്ദേഹവും ഒരു ഇടയനാണ്. തന്റെ പക്കൽ നിന്നും ഏകദേശം ഇതുവരെ 5ഓളം കന്നുകാലിയെ ആ കടുവ പിടിച്ചുകൊണ്ടുപോയെന്നും വളരെ സങ്കടത്തോടെ തന്നെ ഗോപി എന്നോട് പറഞ്ഞിരുന്നു. അവിടുത്തെ ഗ്രാമീണരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം കന്നുകാലി വളർത്തലാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ്. പാലും വെണ്ണയും നെയ്യുമൊക്കെ മറ്റ് ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയി വിറ്റാണ് അവർ അവരുടെ വരുമാനം കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ആ കടുവയാണ്. മാസങ്ങൾ കൊണ്ട് തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും കന്നുകാലിയാണ് ഈ ഗ്രാമത്തിൽ നിന്നും ആ കടുവ തൻ്റെ ഇരയാക്കി പിടിച്ചുകൊണ്ടുപോകുന്നത്. ആ കടുവയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു തവണ ഈ ഗ്രാമത്തെ ആക്രമിച്ചാൽ പിന്നെ 2 ദിവസത്തേക്ക് ആ കടുവയുടെ യാതൊരു ശല്യവും ഉണ്ടാകില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ കടുവ ഗ്രാമത്തിലെത്തും. മറ്റൊരു കന്നുകാലിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകും. ഇതാണ് അവന്റെ പതിവ്. ഇതുവരെയും ആ പതിവിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതിനിടയിൽ അടുത്തിടെയുള്ള ഗ്രാമങ്ങളിൽ മനുഷ്യരെയും അവൻ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. ചിലർ പറയുന്നു അത് ആ കടുവ തന്നെയാണെന്ന്, മറ്റു ചിലർ പറയുന്നു മറ്റൊരു കടുവയാണ് അതിന് പിന്നിലെന്ന്. ഇതിന്റെ സത്യാവസ്ഥ ആർക്കും തന്നെ അറിയില്ല, എന്തുകൊണ്ടാണ് ഈ കടുവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു മരം വെട്ടുകാരൻ വരുത്തിവെച്ച വിനയാണ്. അദ്ദേഹം കാരണമാണ് ഞങ്ങളിപ്പോൾ ഈ ശാപം അനുഭവിക്കുന്നത്. ഞങ്ങൾ ഗ്രാമീണർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഗ്രാമത്തിലെ ആരും തന്നെ അദ്ദേഹത്തോടോ അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ സഹകരിക്കാതെയായി. അങ്ങനെ ഏകദേശം 1 മാസം മുന്നെയാണ് അദ്ദേഹം ഈ ഗ്രാമം വിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് തൻ്റെ കുടുംബത്തെയും കൊണ്ട് പോയത്. ഇത് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം മറ്റൊരു സംഭവം കൂടി അവർ എന്നോട് പറഞ്ഞു. അതിതായിരുന്നു: ഇവിടെ നിന്നും ഏകദേശം 3-4 മൈൽ വനപാതയിലൂടെ നടന്നു ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ഗ്രാമത്തിൽ എത്തിച്ചേരും. ആ ഗ്രാമത്തിന്റെ പേര് സെബപഞ്ച് എന്നാണ്. 2 ദിവസങ്ങൾക്കപ്പുറം അവിടെ ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി. അവിടുത്തെ ഗ്രാമത്തിലെ ഒരു കുട്ടിയെ കാണാതായതിനു പുറമെ ഗ്രാമത്തിന്റെ സമീപത്ത് നിന്നും ഒരു പുലിയുടെ സാമീപ്യമുള്ള കാൽപ്പാടുകൾ അവർ കണ്ടെത്തി. ഞങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഒരുപോലെ ഏകദേശം 2-3 നരഭോജികളാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തെ വളഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. അയാൾ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുന്നേ തന്നെ സെബപഞ്ച് എന്ന ഗ്രാമത്തിൽ നിന്നും മറ്റൊരാൾ ഈ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. ഇന്ന് കച്ചവടച്ചന്ത നടക്കുന്ന ദിവസമാണ്. സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. അയാൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ ഗ്രാമത്തലവനെ വന്ന് കണ്ടു.
ആ സമയം ഞാനും അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി അയാൾ പറഞ്ഞു. ഇന്നലെ രാത്രിയും ഒരു പുലി തങ്ങളുടെ ഗ്രാമത്തിലെത്തിയിരുന്നു. ഗ്രാമത്തിലെ ഒരു കുടിലിൽ അവൻ ആക്രമിച്ച് കയറുകയും അവിടെ നിന്നും ഒരു കുട്ടിയെ തട്ടിയെടുത്തു കൊണ്ടുപോകുവാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഞങ്ങൾ ഗ്രാമീണരെല്ലാം തൽക്ഷണം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ആ പുലിക്ക് ആ കുടിലിൽ നിന്നും ആ കുട്ടിയെ കവർന്നെടുത്തുകൊണ്ട് പോകുവാൻ സാധിച്ചില്ല. പക്ഷേ അവന്റെ മാതാപിതാക്കൾക്ക് അവൻ സമ്മാനിച്ചത് മാരകമായ മുറിവുകളാണ്. അവരെ പിറ്റേന്ന് കാലത്തെ തന്നെ ഒരു വൈദ്യനെ കാണിക്കുകയും മുറിവുകൾ പച്ചമരുന്ന് കൊണ്ട് മൂടിക്കെട്ടുകയും ചെയ്തു. ഞങ്ങളെല്ലാം ഭീതിയിലാണ്. ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ കാക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അത് കേട്ടുകൊണ്ട് നിന്ന ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഇവിടെ നിന്നും എത്ര മൈൽ അകലെയാണ് നിങ്ങളുടെ ഗ്രാമം? അയാൾ എനിക്കുള്ള മറുപടി നൽകി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ഗ്രാമീണനോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം ഒരു കന്നുകാലി പിടിയനാണ്. എന്നാൽ ഇയാളുടെ പ്രശ്നം അതല്ല. ഇയാളുടെ പ്രശ്നം എന്നത് ഒരു നരഭോജിയായ പുലിയെയാണ്. തൽക്കാലം ഞാൻ ഇയാൾക്കൊപ്പം ഇയാളുടെ ഗ്രാമത്തിലേക്ക് പോകുകയാണ്. ഗോപാൽ, താങ്കൾ എനിക്കൊപ്പം ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് വരുമോ? എനിക്കൊരു സഹായിയുടെ ആവശ്യമുണ്ട്. ഗോപാൽ തലയാട്ടി സമ്മതം മൂളി. ഞാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ആ ഗ്രാമത്തലവനോട് പറഞ്ഞു. ഞാൻ ഏകദേശം 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടേക്ക് മടങ്ങിയെത്തും. എനിക്ക് നിങ്ങൾ ഒരു സഹായം ചെയ്യണം. ഇവിടുത്തെ കന്നുകാലി പിടിക്കനായ ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെറിയൊരു സഹായം എനിക്ക് ചെയ്യണം. അവനെ പിടിക്കുവാൻ വേണ്ടി ഇരയായി നിർത്തുവാൻ നിങ്ങൾ 2-3 കന്നുകാലികളെ തയ്യാറാക്കണം. അതുപോലെ തന്നെ എൻ്റെ സഹായത്തിന് വേണ്ടി 2 പേരെ കൂടി തയ്യാറാക്കണം. അവരെയും കൊണ്ട് അവൻ സ്ഥിരമായി വരാറുള്ള ഭാഗങ്ങളിലെ മരങ്ങളിൽ 2-3 ഭാഗത്തായി മച്ചാനും ഉണ്ടാക്കി നിർത്തണം. ഇത്രയും കഴിയുമ്പോഴേക്കും ഞാൻ ആ പുലിയെ കൊന്നുകൊണ്ട് മടങ്ങി ഈ ഗ്രാമത്തിലേക്ക് എത്താം. നിങ്ങളുടെ സമസ്യയ്ക്കുള്ള തീരുമാനവും ഞാൻ അന്ന് ഉണ്ടാക്കിത്തരാം. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ ഗ്രാമത്തിൽ നിന്ന് വന്ന ഗ്രാമീണന്റെ കൂടെ ഞാനും ഗോപാലും ആ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തു. കാർപ്പോ എന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം 6-7 മൈലുകൾക്കപ്പുറമായിരുന്നു സേവപ്പങ്ക് എന്ന കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നത്. കാർപ്പോ എന്ന ഗ്രാമം പോലെ തന്നെയായിരുന്നു ആ ഗ്രാമവും. വളരെ ചെറിയൊരു ഗ്രാമമായിരുന്നു. കൂടിപ്പോയാൽ ഏകദേശം 25ഓളം ആളുകൾ മാത്രമായിരുന്നു ആ ചെറിയ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. ഗ്രാമത്തിലെത്തിയതും എനിക്കും ഗോപാലിനും വേണ്ടിയുള്ള എല്ലാ സഹായവും അവിടുത്തെ ഗ്രാമീണർ ഞങ്ങൾക്ക് ചെയ്തു. ഞങ്ങൾക്ക് താമസിക്കുവാൻ ഒരു ചെറിയ കുടിൽ അവർ തയ്യാറാക്കി തന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം തന്നിരുന്നു. പിറ്റേന്ന് കാലത്തെ തന്നെ ഞാൻ അന്വേഷണങ്ങൾക്കായി ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് 303 ബ്രിട്ടീഷ് റൈഫിളായിരുന്നു. ആ റൈഫിളിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുന്നേയുള്ള എല്ലാ കഥകളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ റൈഫിളിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രാമീണർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഇത് ഒരു കടുവയുടെ കാൽപ്പാടുകളായിരുന്നില്ല. ഇത് പുലിയുടെ കാൽപ്പാടുകളായിരുന്നു. വളരെ ചെറിയ കാൽപ്പാടുകൾ. ആ കാൽപ്പാടുകൾ നീണ്ടുപോകുന്നത് അടുത്തുള്ള വനത്തിലേക്കും. തലേന്ന് രാത്രിയും ആ പുലിയുടെ സാന്നിധ്യം ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിക്കിടന്ന സമയവും അവൻ ഈ ഗ്രാമത്തിൽ വിജനമായി കിടക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു. എൻ്റെ ഉറക്കം നഷ്ടമായതുപോലെ എനിക്ക് തോന്നി. ഇന്ന് രാത്രിയിൽ അവനെ പിടിക്കുവാൻ വേണ്ടിയുള്ള കെണികൾ തയ്യാറാക്കി നിർത്തണം. ഗ്രാമത്തിന്റെ ഒത്ത മധ്യത്തായി ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ഞാൻ അതിനുവേണ്ടി ഒരു മച്ചാൽ തയ്യാറാക്കി. അവിടെ നിന്നും ഏകദേശം 20-30 അടി അകലത്തിൽ ഒരു ചെറിയ തീ കൂട്ടുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി. രാത്രിയാകുമ്പോഴേക്കും ഇവിടെ തീ കൂട്ടണമെന്നും ഞാൻ മരത്തിലെ മച്ചിൽ അവന് വേണ്ടി കാത്തിരിക്കുമെന്നും പറഞ്ഞു. അടുത്തുള്ള ഒരു കുടിൽ ഒഴിച്ചിട്ട് അതിനുള്ളിൽ ഗോപാലിനെയും ഇരുത്തി. ആ തീയുടെ അരികിലേക്ക് ഏതെങ്കിലും ഒരു മൃഗം നടന്നു വരികയാണെങ്കിൽ എനിക്കൊരു സിഗ്നൽ തരണമെന്നും ഞാൻ അയാളോട് പറഞ്ഞു. അയാൾ അത് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു. സന്ധ്യയായി. മാച്ചാലിന്റെ പണി പൂർണ്ണമായും അവസാനിച്ചു. ഞാൻ ആ മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. മരത്തിലേക്ക് പുലി വന്ന് കയറാതിരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. വനത്തിൽ കാണപ്പെടുന്ന വലിയ മുള്ളുകളുള്ള ഒരുതരം ചെടിയുണ്ട്. വലിയ വള്ളികൾ കൊണ്ടുവന്ന് അടുപ്പിച്ചടുപ്പിച്ച് ആ മരത്തിൽ ചുറ്റി വരിഞ്ഞിരുന്നു. അതുകൂടാതെ വലിയ കൂർത്ത കമ്പുകളും അറ്റം കൂർപ്പിച്ച് ആ മരത്തിലേക്ക് അടിച്ചു കയറ്റിയിരുന്നു. ഇത്രയും തയ്യാറെടുപ്പുകൾ എടുത്ത ശേഷം അവിടുത്തെ ഗ്രാമീണർ അവരുടെ കുടിലുകളിലേക്ക് മടങ്ങുകയും ഗോപാൽ ഞാൻ പറഞ്ഞതുപോലെ ആ തീ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ആ കുടിലിൽ പുലിയെ വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഏകദേശം സമയം അർദ്ധരാത്രി കഴിഞ്ഞു കാണണം. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. രാത്രിയുടെ മറപറ്റി ആ പുലി ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. രാത്രിയുടെ നിശബ്ദതയെ ഭംഗിച്ചുകൊണ്ട് വനത്തിൽ നിന്നും ചെന്നായ്ക്കളുടെ ഊരിയിടലുകൾ കേൾക്കാമായിരുന്നു. ഞാൻ സസൂക്ഷ്മം എൻ്റെ റൈഫിൾ പിടിച്ചുകൊണ്ട് ഗ്രാമത്തിന് ചുറ്റും എൻ്റെ കണ്ണോടിച്ചു.
ആ മരത്തിന് മുകളിൽ ഇരുന്നു കഴിഞ്ഞാൽ കാണാവുന്നത്രയും വലിപ്പമേ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കുടിലുകൾ മാത്രമായിരുന്നു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. അർദ്ധരാത്രിയിലും ഞങ്ങൾ കത്തിച്ചു വെച്ച ആ തീയുടെ പ്രകാശം ആ ഗ്രാമത്തിൽ പ്രകാശം പരത്തിയിരുന്നു. അങ്ങനെ ഗ്രാമത്തിന്റെ വിജനമായി കിടക്കുന്ന വഴികളിലൂടെ ഒരു ചാരനിറമുള്ള എന്തോ ഒരു ജീവി നടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അനക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഞാൻ ജാഗരൂപനായി. എൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൽ അവിടേക്ക് ഞാൻ ചൂണ്ടി. ഇനിയും ഏത് നിമിഷവും ഇരുട്ടിന്റെ മറവ് നീക്കി പുറത്തേക്ക് വന്നേക്കാം. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയമാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഗോപാൽ ഇരിക്കുന്ന ആ കുടിലിന് മുകളിൽ ഒരു ചെറിയൊരു അനക്കം. അതെ, അതാ പുലി തന്നെയാണ്. വിറക് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്ന ആ തീയിൽ നിന്നുമുള്ള അരണ്ട വെളിച്ചത്തിൽ ആ കുടിലിന്റെ മുകൾ വശം വളരെ വ്യക്തതയില്ലെങ്കിലും എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അതിന് മുകളിൽ എന്തോ ഒരു ജീവി നിൽക്കുന്നു. അതെ, അത് പുലി തന്നെയാണ്. അവൻ ഇനിയും ഏത് നിമിഷവും മേൽക്കൂര തകർത്തുകൊണ്ട് കുടിലിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഗോപാലനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയേക്കാം. എന്നാൽ ഇവിടുത്തെ ഗ്രാമീണർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതുവരെയും അവൻ വലിയ ആളുകളെ ആക്രമിച്ചിട്ടില്ല. അവന് പറ്റുന്ന രീതിയിലുള്ള കൊച്ചു കുട്ടികളെ മാത്രമാണ് അവൻ ആക്രമിച്ചിരിക്കുന്നത്. ഇനിയും എന്തിനു വേണ്ടിയാണ് അവൻ ആ കുടിലിന് മുകളിൽ കാത്തിരിക്കുന്നത്? പിന്നെ അവിടെ നടന്നത് എൻ്റെ ചിന്തകൾക്ക് അധീനമായ കാര്യങ്ങളായിരുന്നു. ആ കുടിലിന് മുകളിൽ നിന്നും അവൻ നിലത്തേക്ക് ചാടി. അവൻ ചാടി വീണത് അവിടെ വിറക് കൂട്ടിയെത്തി കത്തിച്ചിരുന്ന ആ തീയുടെ മുന്നിലേക്കാണ്. ആ പ്രകാശത്തിൽ അവൻ്റെ രൂപം വളരെ വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. മഞ്ഞ ഉടലിൽ കറുത്ത പുള്ളികളുള്ള സാമാന്യം വലിപ്പമുള്ള ഒരു പുലി തന്നെയായിരുന്നു അത്. ഗോപാൽ ആ കുടിലിരുന്നു കൊണ്ട് എനിക്ക് സിഗ്നൽ തന്നു. എൻ്റെ തോക്കിൻ്റെ കുഴൽ കൃത്യമായി തന്നെ അവൻ്റെ ശരീരത്തോട് ചൂണ്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഞാൻ എൻ്റെ കാഞ്ചി വലിച്ചു. കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് ആ പുലിയുടെ ശരീരത്തിലേക്ക് എൻ്റെ തിരകൾ പാഞ്ഞു കയറി. ഉഗ്രമായ ഗർജനവും മുരൾച്ചയും അവിടെ ഉയർന്നു. തിര തറച്ചു കയറിയ പുലി പിടഞ്ഞുകൊണ്ട് ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിരുന്ന വിറവുകൾക്കുള്ളിലേക്ക് അവൻ പിടഞ്ഞു കയറി. അവൻ്റെ ശരീരത്തിലേക്ക് പതിയെ തീയും ആളിപ്പടർന്നു. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതോടെ ഗ്രാമമുണർന്നു. ഗ്രാമത്തിൽ നിന്നും തീപ്പന്തം കത്തിച്ചുകൊണ്ട് ഗ്രാമീണർ അതിനു ചുറ്റും വളരെ വേഗം തന്നെ ഓടിക്കൂടി. അതിനർത്ഥം ഇതുവരെയും അവർ അവിടെ ഉറങ്ങിയിരുന്നില്ല എന്നത് തന്നെയായിരുന്നു. ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയപ്പോൾ അവിടുത്തെ ഗ്രാമീണർ ഒരു കാര്യം മറന്നുപോയി. മരത്തിന് മുകളിൽ ഞാൻ ഇരിക്കുന്നെന്ന കാര്യം. വളരെ പ്രയാസപ്പെട്ട് ഒച്ചയുണ്ടാക്കി ശബ്ദമുണ്ടാക്കി ഗ്രാമീണരെ അവിടേക്ക് വരുത്തുകയും മരത്തിൽ വലിഞ്ഞു കെട്ടിയിരിക്കുന്ന മുള്ളുള്ള ആ വലിയ വള്ളികൾ അഴിച്ചുമാറ്റി മരത്തിൽ അടിച്ചു കയറ്റിയ മരക്കമ്പുകൾ അടിച്ചിളക്കിയും എന്നെ വളരെ പ്രയാസപ്പെട്ട് അവിടുത്തെ ഗ്രാമീണർ താഴെ ഇറക്കി. ഞാൻ വെടിവെച്ചിട്ട ആ പുലിയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഞങ്ങൾ അവിടെ കൂട്ടിയിട്ട വിറവിൻ്റെ തീ ആ പുലിയെ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ വെച്ച തിര കൃത്യം അവൻ്റെ കഴുത്തിലേക്കാണ് തുളച്ചു കയറിയിരുന്നത്. തിര ആ പുലിയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ ആഘാതവും വേദനയും കാരണമായിരിക്കാം അവൻ പിടച്ചുകൊണ്ട് അവിടെ കൂട്ടിയിട്ട് കത്തിച്ച വിറകുകൾക്കുള്ളിലേക്ക് കയറിയത്. വിറകിൽ നിന്നും തീ വളരെ വേഗം തന്നെ അവൻ്റെ ശരീരത്തിലേക്ക് ആളിപ്പടരുകയും അവിടെ വെന്ത് മരിക്കുകയുമായിരുന്നു ചെയ്തത്. അത്രയും കാഴ്ച കണ്ടപ്പോൾ ആ ഗ്രാമീണരെക്കാൾ കൂടുതൽ സന്തോഷമായത് അവിടെ അത് കണ്ടുകൊണ്ടു നിന്ന ഗോപാലനായിരുന്നു. കാരണം ഈ പുലിയെ പിടിച്ചതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ തിരികെ ഇവിടെ നിന്നും മടങ്ങി കാർപ്പോ എന്ന ഗ്രാമത്തിലേക്ക് പോകും. ഇപ്പോൾ അയാൾക്ക് ഒരു കാര്യം ഉറപ്പാണ്. എന്തു വന്നാലും ആ കടുവയെ ഞാൻ പിടിക്കുമെന്നത് അയാൾക്കിപ്പോൾ തീർച്ചയായി. അയാൾക്കെന്നിൽ വിശ്വാസമായി. പിന്നെ അയാൾ കാത്തിരുന്നത് സൂര്യൻ ഉദിച്ചുയരുവാൻ വേണ്ടിയായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഗോപി എന്ന ഗോപാലന്റെ കൂടെ കാർപ്പോ എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. അവിടുത്തെ ഗ്രാമീണർ ഞങ്ങൾക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു കാളവണ്ടി തയ്യാറാക്കി തന്നു. സൂര്യന്റെ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആ ഗ്രാമത്തോട് വിട പറഞ്ഞ് കാർപ്പോ എന്ന ഗ്രാമം ലക്ഷ്യമാക്കി സഞ്ചാരം തുടങ്ങി. രാവിലെ ഏകദേശം 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കാർപ്പോ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തലേന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അയാൾ വളരെ സന്തോഷപൂർവ്വം അവിടുത്തെ ഗ്രാമീണരെ അറിയിച്ചു. അവിടുത്തെ ഗ്രാമീണർക്കുള്ളിൽ ഒരു പ്രതീക്ഷയുടെ വിത്തുകൾ മുളച്ചു പൊന്തി വരുവാൻ അത് ഏറെ സഹായിച്ചു. സേവാപങ്ക് എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ അവിടുത്തെ ഗ്രാമീണർക്ക് എന്നെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. ഇവിടുത്തെ ആളുകളെ ആരെയും തന്നെ എനിക്ക് പരിചയവുമില്ല. ഇവിടുത്തെ ആളുകൾക്ക് എന്നെയും അറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഇവർക്ക് എന്നെ അറിയാവുന്നത്. എന്നെപ്പറ്റി വലിയ വിശദമായി ഒന്നും അയാൾ പറഞ്ഞിട്ടുമില്ല. ഒരു വേട്ടക്കാരനാണെന്നു മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ എന്നെ കാണുവാൻ വേണ്ടി അവിടുത്തെ ഗ്രാമത്തലവൻ എത്തിയിരുന്നു.
അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് കടുവയെ പിടിക്കുവാൻ ഇരവയ്ക്കുവാൻ വേണ്ടിയുള്ള 3 കന്നുകാലിയെ ഞാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം, അതായത് കടുവ വരാൻ ഇടയുള്ള സ്ഥലങ്ങളിലെ മരങ്ങളിലെല്ലാം ഞങ്ങൾ മച്ചാനം തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഞാനും ഗ്രാമത്തലവനും ഗോപാലും കൂടി അദ്ദേഹം മച്ചാൻ കെട്ടി ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ പോയി പരിശോധിച്ചു. നല്ല പൊക്കത്തിലാണ്, നല്ല ഉറപ്പുള്ള മരങ്ങളിലാണ് അവർ മച്ചാൽ കെട്ടിയിരിക്കുന്നത്. കടുവ വരാനിടയുള്ള 3 സ്ഥലങ്ങളിലാണ് അവർ മച്ചാൽ കെട്ടിയിരിക്കുന്നത്. ആ മച്ചാലിന് സമീപത്തായി 3 വ്യത്യസ്ത ഭാഗങ്ങളിലും ഞാൻ കന്നുകാലിയെ കെട്ടിയിട്ടു. അതിലൊരു മരത്തിന്റെ കൊമ്പിൽ ഞാൻ അവന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു. കടുവയുടെ ഒരു സാന്നിധ്യവും അന്ന് രാത്രിയിൽ എനിക്കറിയുവാൻ സാധിച്ചില്ല, വനത്തിന്റെ നിശബ്ദതയല്ലാതെ. രാത്രിയിൽ എപ്പോഴോ വനത്തിനുള്ളിൽ നിന്നും ഒരു കേഴമാന ശബ്ദം ഞാൻ കേട്ടിരുന്നു. അതല്ലാതെ മറ്റ് ശബ്ദങ്ങളൊന്നും എനിക്ക് ശ്രവിക്കുവാൻ കഴിഞ്ഞില്ല. സാന്നിധ്യം മനസ്സിലാക്കിയ കേഴമാൻ അവൻ്റെ സാന്നിധ്യം മറ്റുള്ളവരോട് വിളിച്ചോതിയതിൻ്റെ ശബ്ദമായിരിക്കാം ഞാൻ കേട്ടത്. നേരം നല്ലപോലെ പുലർന്നു കഴിഞ്ഞ് ഗ്രാമീണർ ഞാനിരുന്ന മച്ചാലിൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ പതിയെ താഴേക്കിറങ്ങി ഇരയായി കെട്ടിവെച്ച മറ്റ് കന്നുകാലികൾക്ക് സമീപത്തേക്ക് പോകുകയും ചെയ്തു. ഞാൻ മൂന്നാമതായി വനത്തിനരികിൽ കെട്ടിവെച്ച ഒരു കന്നുകാലിയെ കാണാനില്ല. കന്നുകാലിയെ കെട്ടിവെച്ച കയർ കടിച്ചു മുറിച്ച നിലയിൽ വലിച്ചിടിച്ചുകൊണ്ട് പോയ പാടും കാണുവാൻ സാധിച്ചു. അവിടെ ചിതറിക്കിടക്കുന്ന രക്തപ്പാടുകളും കടുവയുടെ കാൽപ്പാടുകളും വളരെ വ്യക്തമായി ഇരയെ വലിച്ചിടിച്ചു കൊണ്ടുപോയ ഭാഗം അടയാളപ്പെടുത്തി. അധികം പൊക്കമില്ലാത്ത പുല്ലുകൾ നിറഞ്ഞ ഭാഗത്തുകൂടിയാണ് ആ കടുവ തൻ്റെ ഇരയെ വലിച്ചിഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. കന്നുകാലിയുടെ ഭാരത്തിനനുസരിച്ച് മണ്ണിലൂടെ വലിച്ചിഴിച്ചു കൊണ്ടുപോയ പാടിൻ്റെ ആഴവും നല്ലപോലെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. പുല്ലുകൾക്കു മീതെ രക്തപ്പാടുകളും. വനത്തിലൂടെ സഞ്ചരിച്ച് തഴക്കം ചെന്ന 2 പേരെ എനിക്കൊപ്പം കൂട്ടി. അവർ ആദ്യമൊക്കെ എൻ്റെ കൂടെ വരുവാൻ വിസമ്മതിച്ചെങ്കിലും അവരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അവർ എനിക്കൊപ്പം വരാമെന്ന് മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. ഞാൻ അവരോട് പറഞ്ഞു, ഇത് നല്ലൊരവസരമാണ്. ഇപ്പോൾ അവൻ്റെ പിന്നാലെ പോയാൽ കന്നുകാലി കിടക്കുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാനെങ്കിലും കഴിയും. ഭാഗ്യമുണ്ടെങ്കിൽ അവനെ കണ്ടുമുട്ടുവാനും അവനെ നിറയൊഴിച്ച് കൊല്ലുവാനും സാധിക്കും. ഇപ്പോൾ അവനൊരു നരഭോജിയായി തീർന്നിട്ടില്ല. നിങ്ങളെ അവൻ ഉപദ്രവിക്കില്ല. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ വനത്തിലേക്ക് പോയി മറയുവാനാണ് സാധ്യത കൂടുതൽ. ഇതെല്ലാം പറഞ്ഞ് ഞാൻ അവരെ സമ്മതിപ്പിച്ചുകൊണ്ടാണ് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൻ ഞങ്ങളുടെ മുന്നിൽ തുറന്നിട്ട അടയാളങ്ങളെയും തെളിവുകളെയും ആധാരമാക്കി പിന്തുടർന്ന് മുന്നിലേക്ക് സഞ്ചാരം തുടങ്ങി. ആ യാത്ര ഏറെ ദൂരം നീണ്ടു നിന്നില്ല. 1.5 മൈലുകൾക്കപ്പുറം അവസാനിച്ചു. ആ പാത നീണ്ടുപോയിരിക്കുന്നത് അടിക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തുകൂടി, മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന വനപ്രദേശത്തുകൂടി, വളരെ ദുർഘടകരമായ പ്രദേശത്തുകൂടി, അവിടുത്തെ ആളുകൾ തമു എന്ന് വിളിക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയ തടാകത്തിന്റെ അരികിൽ നിന്നും ഏകദേശം 1 മൈൽ മാറിയുള്ള ഒരു വനപ്രദേശത്തേക്കായിരുന്നു. അവിടെ എത്തി അധികം തിരയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് അവൻ പിടിച്ചുകൊണ്ടുപോയ ആ കന്നുകാലിയുടെ ശരീരം കണ്ടെത്താനായി. ആ കടുവയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. ഞങ്ങൾ പതിയെ ആ കന്നുകാലി കിടക്കുന്ന ഭാഗത്തേക്ക് എത്തി. കന്നുകാലിയുടെ ശരീരത്തിന്റെ കാൽഭാഗവും ആ കടുവ ആഹരിച്ചിരിക്കുന്നു. മരങ്ങൾ കുറവുള്ള ഒരു പ്രദേശത്തേക്കാണ് ആ കടുവ തൻ്റെ കന്നുകാലിയെ വലിച്ചിഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പാറ ഇടുക്കിനും മരത്തിനും ഇടയിലുമായിട്ടാണ് ഈ കന്നുകാലിയുടെ ശരീരം കൊണ്ടിട്ടിരിക്കുന്നതും. ഇനിയും ഏതു സമയവും ഇവിടെ നിന്ന് തിരികെ പോയ ആ കടുവ താൻ പിടിച്ചിട്ട ഇരയിലേക്ക് മടങ്ങിയെത്താമെന്ന് ഞാൻ എനിക്കൊപ്പം അവിടേക്കെത്തിയ ആളുകളോട് പറഞ്ഞു. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങി ഗ്രാമത്തിലേക്ക് പോകാം. ഉച്ച തിരിഞ്ഞ ശേഷം നമുക്ക് ഇവിടേക്ക് മടങ്ങിയെത്താം. ഇത്രയും പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരികെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിൽ എത്തിച്ചേർന്ന് അവിടെ നടന്ന സംഭവങ്ങൾ ഗ്രാമീണരോട് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കായി അവിടെ ഒരു പ്രാതൽ തയ്യാറായിരുന്നിരുന്നു. ഞാൻ ആഹാരമെല്ലാം കഴിച്ച് കുടിലിൽ പോയി ഒന്ന് വിശ്രമിച്ച ശേഷം ഏകദേശം ഉച്ചയായപ്പോഴേക്കും ഗ്രാമത്തലവൻ്റെ കുടിലിലേക്ക് മടങ്ങിയെത്തി. അവിടെ എത്തിയപ്പോഴേക്കും എന്നെ കാത്ത് എൻ്റെ കൂടെ നേരത്തെ വനത്തിലേക്ക് വന്ന ആ 2 ഗ്രാമീണരും നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയും കുട്ടി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. 1.5 മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ വനത്തിലൂടെ സഞ്ചരിച്ച് സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് ഞാൻ വലിഞ്ഞു കയറി അവിടെ കാത്തിരുന്നു. അതിനുശേഷം എനിക്കൊപ്പം അവിടേക്ക് വന്ന ഗ്രാമീണരോട് തിരികെ മടങ്ങി പോകുവാനും ഞാൻ പറഞ്ഞു. നാളെ രാവിലെ തന്നെ എന്നെ തിരക്കി ഇവിടേക്ക് എത്തണമെന്നും വരുമ്പോൾ കൂടുതൽ ആളുകളെ കൂടെ കൂട്ടണമെന്നും ഞാൻ ആത്മവിശ്വാസം കയ്യിൽ പിടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അവർ അതിന് ശരിവെച്ചു. അവർ തിരികെ സന്തോഷത്തോടെ ഗ്രാമത്തിലേക്ക് പോയി. പിന്നെ ഒറ്റയ്ക്കുള്ള എൻ്റെ കാത്തിരിപ്പായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ആ കന്നുകാലിയുടെ ശരീരത്തിന് ചുറ്റും ഒന്ന് പരിശോധന നടത്തിയിരുന്നു. കടുവ ഇവിടേക്ക് മടങ്ങിയെത്തിയതിൻ്റെ യാതൊരു ലക്ഷണവും എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചില്ല. ഒരു പക്ഷേ നേരം ഇരുട്ടുമ്പോൾ അവൻ ഇവിടേക്ക് കടന്നു വന്നേക്കാം എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു.
അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 4 മണിയായി. വനത്തിനുള്ളിൽ മറ്റു മൃഗങ്ങളുടെ കോലാഹല ശബ്ദങ്ങൾ നല്ലപോലെ കേൾക്കുവാൻ സാധിച്ചു. ഞാനിരുന്ന മരത്തിൽ നിന്നും ദൂരേക്ക് നോക്കിയപ്പോൾ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടത് ഇതായിരുന്നു. ഒരു ആനയുടെ ചെറു കൂട്ടം ആ വനത്തിലൂടെ എനിക്ക് മുന്നിൽ നിന്നും ഏകദേശം 400-300 അടി അകലെ കൂടി നടന്നു നീങ്ങുന്നു. അതിമനോഹരമായ കാഴ്ച. തൻ്റെ കുഞ്ഞുങ്ങളെ ആനകൾ സംരക്ഷിച്ചു നിർത്തിയാണ് മുന്നിലൂടെ നടക്കുന്നത്, മുന്നിലേക്ക് നടന്ന് നീങ്ങുന്നത്. കുട്ടി ആനകൾ വലിയ ആനകൾക്കിടയിലൂടെ നടന്ന് മുന്നിലേക്ക് നീങ്ങുന്നു. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി. ഇപ്പോൾ ഏകദേശം 6 മണിയോട് അടുപ്പിച്ച് കാണണം. വനത്തിൽ നിന്നും എവിടെ നിന്നോ 2 കുറുക്കന്മാർ ആ ശരീരം കടന്നിരുന്ന ഭാഗത്തേക്ക് എത്തുകയും അത് പതിയെ ആഹരിക്കുന്നതും ഞാൻ കണ്ടു. വളരെ കൗതുകത്തോടെ ഞാനത് നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും 2 കുറുക്കന്മാർ തമ്മിൽ കടിപിടി കൂടുവാനും തുടങ്ങി. കുറച്ചു സമയം മുന്നിലേക്ക് പോയപ്പോൾ എന്തിനെയോ കണ്ട് ഭയന്നതുപോലെ ആ 2 കുറുക്കന്മാരും ദൂരേക്ക് ഓടിയകന്നു. അതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ തേടുന്ന ആ കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ ഈ പ്രദേശത്തുണ്ട്. അതിനെ കണ്ടുകൊണ്ടായിരിക്കണം ആ കുറുക്കന്മാർ വനത്തിനുള്ളിലേക്ക് ഓടിയകന്നത്. എൻ്റെ കണ്ണുകൾ അവനെ അവിടെയെല്ലാം പരതി തിരക്കി. പക്ഷേ എൻ്റെ കണ്ണുകൾക്ക് അവനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. കുറച്ച് സമയം കൂടി ഞാൻ അവിടെ കാത്തിരുന്നു. അടുത്തുള്ള കുറ്റിക്കാടുകൾക്കിടയിൽ എവിടെയോ അവൻ മറഞ്ഞിരിക്കുകയാണെന്ന സത്യം എനിക്ക് ബോധ്യപ്പെട്ടു. എവിടെയായിരിക്കും അവൻ മറഞ്ഞിരിക്കുന്നത്? എപ്പോഴായിരിക്കാം തൻ്റെ ഇരയുടെ അരികിലേക്ക് അവൻ നടന്നെത്തുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടി. കുറച്ച് സമയം മുന്നിലേക്ക് നീങ്ങിക്കാണണം. ചുറ്റുപാടുമെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ സാന്നിധ്യമോ മറ്റപകടങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി ആ കടുവ കുറ്റിക്കാടിന്റെ മറവിൽ നിന്നും പുറത്തേക്കെത്തി. അവൻ പുറത്തേക്ക് വന്നപ്പോൾ മാത്രമാണ് അവനെ എനിക്ക് കാണുവാൻ സാധിച്ചത്. അവിടുത്തെ ഗ്രാമീണൻ പറഞ്ഞത് ശരിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഏകദേശം 8-9 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു കടുവയാണത്. അവൻ്റെ ശരീരത്തിന് നല്ല മഞ്ഞ നിറമാണ്, അതുപോലെ നല്ല കട്ടിക്കറുപ്പും. അവൻ്റെ മുൻകാലികൾക്കുണ്ടായ തകരാറായിരിക്കാം അവനെ ഒരു കന്നുകാലി പിടിയനാക്കിയത്. അവൻ്റെ നടത്തത്തിൽ അത് പ്രകടവുമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ തന്നെ ആ കടുവ ഇവിടേക്ക് എത്തിയിരുന്നു. ഞാൻ എൻ്റെ റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു. ആ കടുവയ്ക്ക് നേരെ ഞാൻ എൻ്റെ തോക്ക് ചൂണ്ടി. കടുവ മന്ദം മന്ദം പതിയെ നടന്ന് താൻ പിടിച്ചിട്ട ഇരയുടെ അരികിലേക്ക് എത്തി. പതിയെ അവനത് ആഹരിക്കാൻ തുടങ്ങിയ സമയം എൻ്റെ തോക്ക് ശബ്ദിച്ചു. അവിടെ ഉയർന്ന ഉഗ്രമായ സ്ഫോടനത്തിൻ്റെ ശബ്ദവും പുകയും കാടിനെ ഒന്ന് വിറപ്പിച്ചു. തിര തറച്ചു കയറിയ ആ കടുവ നിലത്തേക്ക് വീണു പിടയ്ക്കുന്ന കാഴ്ചയാണ് പിന്നെ എനിക്ക് കാണുവാൻ സാധിച്ചത്. എൻ്റെ റൈഫിൽ ഞാൻ ഒന്നുകൂടി റീലോഡ് ചെയ്തു. താഴെ കിടന്ന് പിടയ്ക്കുന്ന കടുവയുടെ ശരീരം ലക്ഷ്യമാക്കി ഒരു തിര കൂടി പായിച്ചു. അതോടെ ആ കടുവയുടെ അനക്കം പൂർണ്ണമായും അവസാനിച്ചു. പതിയെ ഞാൻ മരത്തിന് താഴേക്ക് ഇറങ്ങി. ആ കടുവയുടെ ശരീരം നിരീക്ഷിച്ചു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ടോർച്ച് ഞാൻ പ്രകാശിപ്പിച്ചു. അതെ, ഇത് ആ ഗ്രാമീണർ പറഞ്ഞ കടുവ തന്നെയാണ്. ഇപ്പോൾ സമയം ഏറെ വൈകിയിരിക്കുന്നു. രാത്രിയാകുവാൻ തുടങ്ങിയിരുന്നില്ല. ചുറ്റുപാടും പതിയെ രാത്രിക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താഴെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി പതിയെ മരത്തിന് മുകളിലേക്ക് കയറി. അന്നത്തെ രാത്രി ഞാൻ അവിടെ ചിലവഴിച്ചു. പിറ്റേന്ന് കാലത്തെ തന്നെ ഗ്രാമീണരെയും കൂട്ടി തലേന്ന് എന്നെ ഇവിടെ ആക്കിപ്പോയ ഗ്രാമീണർ മടങ്ങിയെത്തി. അവർ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ജീവൻ വെടിഞ്ഞു കിടക്കുന്ന ആ കടുവയുടെ ശരീരമാണ്. മരത്തിന് മുകളിൽ നിന്നും അപ്പോഴേക്കും ഞാൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. കടുവയ്ക്ക് ചുറ്റും ഞാനൊന്ന് നടക്കുകയും അളക്കുകയും ചെയ്തു. അവിടെ എത്തിയ ഗ്രാമീണരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവന്റെ മുൻകാലികളുണ്ടായ ആ വലിയ മുറിപ്പാടാണ് ഇവനെ ഒരു കന്നുകാലി പിടിയനാക്കി മാറ്റിയത്. അവിടേക്ക് വന്ന ഗ്രാമീണർക്ക് മറ്റൊരു കഥ കൂടി എന്നോട് പറയുവാനുണ്ടായിരുന്നു. ബൈരപ്പൂർ എന്ന ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയിലും ഒരു കൊലപാതകം അരങ്ങേറിയിരിക്കുന്നു. ഗ്രാമത്തിലെ ഒരു കുടിലിലെ വൃദ്ധയായ സ്ത്രീയെയാണ് കൊലപ്പെടുത്തിയത്. എന്നാൽ മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. അതിന് പിന്നിൽ ഒരു കടുവയായിരുന്നില്ല. ഞാനപ്പോൾ ചോദിച്ചു, പിന്നെ പുലിയാണോ? അല്ല, കടുവയോ പുലിയോ ഒന്നും തന്നെയല്ല. ആ ഗ്രാമത്തിൽ തന്നെ ഒരു മന്ത്രവാദിയായിരുന്നു ഇതിന് പിന്നിൽ. അദ്ദേഹം ഈ അവസരം മുതലെടുക്കുകയായിരുന്നു. തലേന്ന് രാത്രിയിൽ ആ വൃദ്ധയായ സ്ത്രീയുടെ കുടിലിൽ നിന്നും ശബ്ദം ഉയർന്നു കേട്ടപ്പോൾ തന്നെ അവിടുത്തെ ഗ്രാമീണർ ആ കുടിലിലേക്ക് ഓടിയെത്തിയിരുന്നു. അപ്പോൾ അവർ കണ്ട കാഴ്ച പുലിത്തോല് കൊണ്ട് പൊതിഞ്ഞ് പുലിനഖം കയ്യിൽ കെട്ടിയ ഒരു മനുഷ്യനെയായിരുന്നു. വളരെ വേഗം തന്നെ അയാൾ ആരാണെന്ന് അവിടുത്തെ ആളുകൾ തിരിച്ചറിഞ്ഞു. അവരുടെ ഗ്രാമത്തിൽ തന്നെ ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ഒരു മന്ത്രവാദിയാണെന്ന്. ഇതിനു മുന്നേയും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ആ ഗ്രാമത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അതെല്ലാം നടക്കുന്നത് ഈ വനപ്രദേശത്തിന് അരികിൽ എപ്പോഴെങ്കിലും ഒരു നരഭോജിയായ കടുവയോ മറ്റ് കടുവകളോ ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ്. അതായത് അയാൾ കൊല്ലുന്ന കൊലകളെല്ലാം
മറ്റേതെങ്കിലും ഒരു നരഭോജിയായ കടുവയുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് പതിവ്. ഇക്കുറി അയാളുടെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിയിരുന്നു. നിലവിളി കേട്ട് അവിടേക്ക് ഗ്രാമീണർ ഓടിയെത്തുകയും അയാളെ ആ കുടിലിലിട്ട് തല്ലിക്കൊല്ലുകയുമായിരുന്നു ചെയ്തത്. അയാളുടെ ജീവൻ പോയതിനു ശേഷവും അവിടുത്തെ ഗ്രാമീണരുടെ പക അടങ്ങിയിരുന്നില്ല. അയാളുടെ ശരീരം വലിച്ചിഴച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ ഒത്ത മധ്യത്ത് കൊണ്ടിട്ട് അവിടെ വെച്ച് അയാളെ തീക്കിരയാക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കടുവയുടെ സാന്നിധ്യം അയാൾ ആ കുടിലിന് ചുറ്റും വരുത്തിയിരുന്നത്? അപ്പോൾ അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞു, കടുവയുടെ കാൽപാദത്തിന് സമാനമായ തടി കൊണ്ടുണ്ടാക്കിയ മുദ്രകൾ അയാൾക്ക് കൈവശമുണ്ടായിരുന്നു. അതുപയോഗിച്ചായിരിക്കണം അയാൾ ആ ഭാഗങ്ങളിലെല്ലാം കടുവയുടെ കാൽപ്പാടുകൾ രാത്രിയിൽ ഉണ്ടാക്കിയിരുന്നത്. അതും അയാളുടെ ശരീരത്തെ കെട്ടിവെച്ച നിലയിൽ കാണുവാൻ സാധിച്ചിരുന്നു. പണ്ടെപ്പോഴോ ആ ഗ്രാമത്തിൽ നിന്നും ദുർമന്ത്രവാദവും മറ്റും ചെയ്ത സമയത്ത് അദ്ദേഹത്തെ പിടികൂടിയതാണ്. അവിടുത്തെ ഗ്രാമീണർ അയാളെ വിലക്കിയതുമാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അവിടുത്തെ ഗ്രാമീണരെ തന്നെ അയാൾ നരബലിയായി കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ, ഗ്രാമത്തിലെ 3 പേരെ അയാൾ കൊന്നപ്പോൾ അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ തെറ്റിക്കാണണം. അതുകൊണ്ടായിരിക്കണം അവർ അയാളെ തല്ലിക്കൊന്ന് കത്തിച്ചു കളഞ്ഞത്. ഇത്രയും സംഭവങ്ങൾ കേട്ട് എല്ലാത്തിനുമുള്ള പ്രതിവിധികൾ കണ്ടെത്തിയപ്പോൾ എൻ്റെ മനസ്സിന് നല്ല ആശ്വാസമായി. കാർപ്പോ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുകയും അവിടുത്തെ ഗ്രാമമുഖ്യനോട് കാര്യങ്ങളെല്ലാം പറയുകയും ഞാൻ ഗ്രാമത്തലവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം തിരികെ നാളെ പോകുന്നതിൻ്റെ കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം സംസാരിച്ച ശേഷം ഞാൻ ഗ്രാമത്തിലെ എനിക്കായി ഒരുക്കിയിരുന്ന ആ കുടിലിലേക്ക് പോയി. അന്നത്തെ ദിവസം പൂർണ്ണമായും ഞാൻ നിദ്രയിലാണ്ടു. എൻ്റെ ക്ഷീണം പൂർണ്ണമായും അകറ്റി. പിറ്റേന്ന് രാവിലെ തന്നെ എനിക്ക് പോകുവാൻ വേണ്ടിയുള്ള കാളവണ്ടി അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.